Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. Admission open for 2024 academic year. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽഡ്. ബേസിലിൻ്റെ സിനിമാറ്റിക് നോളജ് എന്താണ്? ബേസിൽ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിരാമായണം എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ബേസിൽ ഒരു സിനിമ ക്ലാപ്പ് അടിച്ചതിൻ്റെ നോളജ് എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2015 ഓണത്തിൽ ലോഹം, ഒട്ടോപ്പിയിലെ രാജാവ്, ജമുന പ്യാരി, ഡബിൾ ബാരൽ, കുഞ്ഞിരാമായണം 5 പടത്തിനിടയിൽ ഓണം വിന്നറായിരുന്നു അന്നത്തെ. പഠിച്ചു കഴിഞ്ഞു, കണ്ണാടി വെച്ചു, ഞാൻ റോണക്സ് ചെയ്തു, താടി വെച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എനിക്കൊരു എന്നുവെച്ചാൽ അവിടെ നിന്ന് ഈ കണ്ണാടി വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു മൊമെന്റിൽ എനിക്ക് അച്ഛനെ ഓർമ്മ. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞു വരണ്ട, നമുക്ക് അങ്ങനൊരു ഇന്റർവ്യൂ പരിപാടിയേ വേണ്ട, നമുക്ക് ഹൈപ്പും വേണ്ട, ഇന്റർവ്യൂ പരിപാടി നീ വരണ്ട എന്നുള്ള രീതിയിലായി തീരുമാനം. പിന്നെ എനിക്ക് തോന്നുന്നു ആടുജീവിതം വരുന്നു. ആടുജീവിതമാണ് ആക്ച്വലി ഈ തീരുമാനം മാറ്റാനുള്ള കാരണം. ഞാൻ ചിന്തിച്ചിരുന്നു എന്തുകൊണ്ടായിരിക്കും പ്രണവ് ഇത് സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചില്ല, പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാരണം, പുള്ളി ഇങ്ങനെ പെർഫോം ചെയ്യുന്നതെല്ലാം കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാരണം ഹി ഡിഡ് ഇറ്റ് ഫോർ, ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ ഏട്ടനും ഇതൊരു വിനീത് ശ്രീനിവാസൻ പടമായിരുന്നു, അല്ലെങ്കിൽ ഒരിക്കലും പ്രണവ് ഇത് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പടം ക്ലാപ്പ് അടിച്ച ഒരാൾക്ക് എന്ത് നേരത്തെ പറഞ്ഞ സിനിമാറ്റിക് നോളജ് എന്താ? ഒരു പടം മതി. കാരണം സിനിമ കോമൺ സെൻസ് ആണ് മനുഷ്യട്ടാ. ധ്യാൻ ശ്രീനിവാസനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ധ്യാൻ, ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്, വർഷങ്ങൾക്ക് ശേഷം തകർത്തോടുകയാണ്. അപ്പോൾ ഈ പിന്നെ വേണു എന്ന് പറയുന്ന ഇങ്ങനെ ഒരു കൂത്തുപറമ്പുകാരനെ ഒരിക്കലും ധ്യാൻ എവിടെയും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, അങ്ങനെ ഒരാളെ, അല്ലെങ്കിൽ അയാളുടെ ഒരു കാലം സംഗതി എന്നുള്ളത്. അപ്പം കംപ്ലീറ്റ് ഈ പറഞ്ഞ വേറെ മറ്റൊരു പാരലൽ സ്പേസിൽ ഇരുന്നിട്ട് ചെയ്യണമല്ലോ. തിയേറ്ററിൽ ഇത് കാണുകയാണ്, ഫീഡ്ബാക്ക് കിട്ടുന്നു, ഒരു പേഴ്സണൽ ആക്ടർ എന്നുള്ള കിട്ടുന്ന ഫീഡ്ബാക്ക് ഒക്കെ എന്താ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്നതാണോ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് ഏറ്റവും വലിയൊരു കൺസേൺ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, തലേ ദിവസം വരെ എൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ ഇറങ്ങിയ പ്രൊമോഷണൽ കണ്ടന്റ് എല്ലാം, നമ്മളെ ഇൻ്റർവ്യൂ ഉൾപ്പെടെയുള്ള ഇതെല്ലാം കണ്ടിട്ടാണ് ജനങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ എന്നെ കാണുന്ന ഈ യൂട്യൂബിലൊക്കെ കാണുന്ന ഒരു അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന ഒരു ജോക്കർ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുക നമുക്ക് തൽക്കാലം. ഒരു ഇഷ്ടമാണ് ആൾക്കാർക്ക് തന്നെ. അപ്പോൾ അങ്ങനെ ഒരാള് തിയേറ്ററിൽ ഇങ്ങനെ ഒരു രൂപത്തിൽ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ക്യാരക്ടറായിട്ട് അവർക്ക് ഫീൽ ചെയ്യണമെന്നില്ല. ഇത് ധ്യാനല്ലേ, ഇത് ധ്യാനല്ലേ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം എക്സ്പോസ്ഡ് ആണ്. അപ്പൊ ഈ ഓവർ എക്സ്പോഷർ അതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടനോട് ആക്ച്വലി ഈ പടം ത്തിന്റെ പ്രൊമോഷന് വരണോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൊണ്ടല്ല, ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഏജുള്ള റോളൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത്, കാരണം സെക്കൻഡ് ഹാഫിൽ ഒരു പരിധി വരെ ഞാൻ ഷോൾഡർ ചെയ്യുന്നുണ്ട് ഈ സിനിമ. നിവിനാണ് വന്നിട്ട് ലിഫ്റ്റ് ചെയ്യുന്നത്, പക്ഷെ എന്നിലൂടെയാണ് ആ കഥ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ വർക്ക് ആയില്ലെങ്കിൽ, ഈ ഒരു ക്യാരക്ടർ എന്നെ ധ്യാനമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് ഡോർ പാളും. ഈ പറഞ്ഞതെല്ലാം ബാക്ക് ഫയർ ചെയ്യും. അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചു, ഇന്റർവ്യൂ പ്രൊമോഷനിൽ ഞാൻ വരണോ? ഞാൻ വന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ആൾക്കാർക്ക് ആ ക്യാരക്ടർ ഫീൽ ചെയ്തില്ലെങ്കിൽ ധ്യാനല്ലേ ഇത് നമ്മളെ ധ്യാനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അങ്ങനെ തോന്നുമെന്ന്. നമുക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു. അപ്പോൾ ഏട്ടൻ എന്നോട് ആദ്യം പറഞ്ഞു വരണ്ട, നമുക്ക് അങ്ങനെ ഒരു ഇന്റർവ്യൂ പരിപാടിയേ വേണ്ട, നമുക്ക് ഹൈപ്പും വേണ്ട, ഇന്റർവ്യൂ പരിപാടി നീ വരണ്ട എന്നുള്ള രീതിയിലായി തീരുമാനം. പിന്നെ എനിക്ക് തോന്നുന്നു ആടുജീവിതം വരുന്നു. ആടുജീവിതമാണ് ആക്ച്വലി ഈ തീരുമാനം മാറ്റാനുള്ള കാരണം. കാരണം രാജുവേട്ടൻ വന്നിട്ട് ഈ ആടുജീവിതം വന്ന് പ്രൊമോട്ട് ചെയ്ത രീതി പുള്ളി ഇതാക്കിയപ്പോഴേക്കും, കാരണം എല്ലാ ചാനലിലും ഇറങ്ങി രാജുവേട്ടൻ അതിനൊരു ഒന്ന് സെറ്റ് ചെയ്തു. കാരണം പുറത്ത് പോയിട്ടടക്കം പുള്ളി, ഇപ്പോൾ വിശാഖ് പറഞ്ഞു നമുക്ക് അതൊന്നും നോക്കണ്ട, നമുക്ക് നമ്മുടെ പടം നമുക്ക് പ്രൊമോട്ട് ചെയ്യാം എങ്ങനെയാണെങ്കിൽ പോലും, ഞാൻ വരണം എന്ന് പറയുന്നു. ഞാൻ വരുന്നു. ഞാൻ വന്നിട്ട് നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബേസിലുമായിട്ടുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അത് ഞാൻ എന്റർടൈനർ ആക്കുക, അല്ലെങ്കിൽ ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളത്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് മൊത്തം 1 കോടി പേരിൽ കൂടുതലെങ്കിലും മിനിമം എല്ലാ കണ്ടന്റും എല്ലാ പ്ലാറ്റ്ഫോമിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തിയേറ്ററിൽ എത്താൻ സാധ്യതയുള്ള 2 മാസം കൊണ്ട് എത്താൻ സാധ്യതയുള്ള അത്രയും പേരിലേക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തു. ഈ പടം വരുന്നുണ്ട്, ഞാനിങ്ങനെ ലീഡാണ്, വിനീത് ഡയറക്ഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ ഈ പോസ്റ്റർ ഒട്ടിച്ചതിന്റെ പ്രീ പ്രൊമോഷൻ നടത്തിയതിന്റെ എല്ലാ നമ്പേഴ്സിനെയും ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് ആഫ്റ്റർ ഇന്റർവ്യൂ വരുന്നത്. അതെനിക്ക് ആക്ച്വലി എൻ്റെ ഒരു ടെൻഷൻ കൂട്ടി ആക്ച്വലി. കാരണം ഇത് ഭയങ്കര റീച്ച് ആയപ്പോഴേക്കും എഗെയിൻ എൻ്റെ കൺസേൺ, ഇത് ഓവർ എക്സ്പോസ്ഡ് ആയപ്പോൾ എഗെയിൻ ഞാൻ തിയേറ്ററിൽ പോയിട്ട് എന്നെ പെട്ടെന്ന് ഇവരിത് കാണുന്ന സമയത്ത് ഫണ്ണ് വെയിറ്റ് ചെയ്യോ, അല്ലെങ്കിൽ എന്താണ് പ്രതീക്ഷിച്ച് പോകുന്നത്? കാരണം ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര, അതിന്റെ താഴെയുള്ള കമന്റ്സിനകത്ത് പോലും ഇതിന്റെ പകുതി തമാശ സിനിമയിൽ ഉണ്ടായാൽ മതി. കാരണം പക്ഷേ ഇത് തമാശ പടമല്ല, ഇത് ഭയങ്കര ഡ്രാമയും വളരെ ഇമോഷണൽ ഡ്രാമയാണ് പടം.
സ്ലോ ഡ്രാമ, സ്ലോ പേസ്, സ്ലോ ബേണുമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ഈ പാളി പോകല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇന്റർവ്യൂവിന്റെ കണ്ടന്റ് വന്ന തുടങ്ങിയപ്പോൾ തന്നെ ഒരു സൈഡിൽ ഇന്റർവ്യൂ ഒക്കെ ഹിറ്റായല്ലോ, ഭയങ്കര ആൾക്കാർ ഭയങ്കര പൊക്കി പറയുന്ന സ്ഥലത്ത് എനിക്ക് നേരെ വേറെ ഇമോഷൻ ആയിരുന്നു. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിപ്പോയി. ഞാൻ ഏട്ടനടുത്തിറക്കാൻ പറഞ്ഞു ഇങ്ങനെ, ഇത് ബാക്ക് ഫയർ ചെയ്തു. വിശാഖനോട് ഞാൻ പറഞ്ഞു ഇത് ബാക്ക് ഫയർ ചെയ്യാൻ സാധ്യതയുണ്ടോ, ഇത് എന്തെങ്കിലും രീതിയിൽ പാളിപ്പോയാൽ തീർന്നു, ആ ക്യാരക്ടർ വർക്കായില്ലെങ്കിൽ. പക്ഷേ ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ എല്ലാം ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ വിശാഖനെ വിളിച്ചിട്ട് പറഞ്ഞാൽ ടെൻഷൻ വേണ്ട, ആൾക്കാർ എന്ന് വെച്ചാൽ അതിൽ കുറേ ഇമോഷണൽ പോയിന്റ്സിലൊക്കെ ഞാൻ കരയുന്ന സ്ഥലത്ത് ചില ആൾക്കാർ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന, ഇപ്പം അടുത്തറിയാവുന്ന സുഹൃത്തുക്കളായിക്കോട്ടെ, നീനെ നീ ആ കരഞ്ഞ സമയത്ത് നമുക്ക് കരച്ചിൽ വന്നു, എല്ലാം കണ്ണ് നിറഞ്ഞു, ആ ഫയർ പ്ലേസിൻ്റെ അവിടെയൊക്കെയുള്ള എൻ്റെ സിനിമ നിന്നുപോയി എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആൾക്കാരത് പറഞ്ഞപ്പോൾ, കാരണം തലേദിവസം വരെ സംസാരിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയെങ്കിൽ പോലും നമുക്ക്, കാരണം അപ്പു എക്സ്പോസ്ഡ് അല്ല. അപ്പു 2 വർഷത്തിനിടയിൽ വന്നത് അപ്പു തീരെ എക്സ്പോസ്ഡ് അല്ല. അപ്പുവിനെ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ എന്നെ അങ്ങനെ ഫീൽ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ അത് ഫസ്റ്റ് അങ്ങനത്തെ ഒരു 2-3 സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായി. കാരണം അതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച് മനുഷ്യനും ചോദിച്ച പോലെ. പിന്നെ അതിൻ്റെ പുറകിൽ എടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു എഫേർട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ എനിക്കൊരു മേക്കപ്പ് ലുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത്, അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ 2 സൈഡ് ഇങ്ങനെ വടിച്ചിട്ട് കയറ്റും, ഇത് ഒരു സൈഡ് മാത്രമേ നമ്മൾ കയറ്റി വെച്ചിട്ടുള്ളൂ. പിന്നെ പ്രധാനമായിട്ട് കണ്ണാടി. ഈ കണ്ണാടി ആക്ച്വലി ഇപ്പോൾ അതിനെനിക്ക് പെട്ടെന്ന് ഞാൻ റെഫറൻസ് ഒന്നും എടുത്തതല്ല, പക്ഷേ ഇപ്പോൾ മണിച്ചിത്രത്താഴിൽ ലാൽ സാറ് കണ്ണാടി വെച്ചിട്ടുള്ള ലാൽ സാറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ണാടി വെക്കാത്ത ലാൽ സാറിനെ കണ്ടിട്ടുണ്ട്. ഈ കണ്ണാടി പുള്ളി ഊരുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്, ഈ രാത്രിയാകുമ്പോൾ ഊരിയിട്ട് ഇങ്ങനെയുള്ള പുള്ളിയുടെ ചെറിയ ജസ്റ്റേഴ്സ്, ഈ പ്രോപ്പർട്ടി പുള്ളി യൂസ് ചെയ്യുന്ന ഭയങ്കര ടൂളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചില സ്ഥലത്ത് ഞാൻ ആ ഫയർ പ്ലേസിന് അവിടെയുള്ള സീനിൽ ഞാൻ ഇടക്കൊന്ന് ഊരിയിട്ട് ഇടക്കൊന്ന് വെക്കുന്നുണ്ട്, ഇടക്കൊന്ന് ഇതാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു സ്പീഡ്, എന്ത് ആക്ടിവിറ്റീൻ്റെ ഒരു സ്പീഡ് ഒരു പൊടിക്ക് ഒരു 0.5 ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റി എല്ലാം ഒന്ന് സ്ലോ ആണ്, ഏജിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കൂടുതൽ സ്ലോ ആയാലും ഭയങ്കര ഡ്രാമയാവും, നമ്മൾ ഫോഴ്സ്ഡ് ആയി പോകും. പക്ഷെ ചില സ്ഥലത്ത് കുറച്ച് കൂടുതൽ കുറച്ചിട്ടുണ്ട്, ചില സ്ഥലത്ത് നമ്മൾ ആ മരണ വീട്ടിലെ സീന് അല്ലെങ്കിൽ അത് അത്തരം സീനുകളിൽ യങ്ങർ ഫീലാണ്. അതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏട്ടനോട്, കുറച്ചുകൂടെ കുറക്കണോ? വേണ്ട ഇതിൽ കുറച്ച് കൂട്ടിക്കോ. പക്ഷെ ചില സ്ഥലത്ത് ആ ഡ്രാമ വരുന്ന സ്ഥലത്ത് ആ ഏജ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു 0.5 ടെമ്പോ കുറച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി ഒരു ലുക്ക് ആൻഡ് ഫീലിൽ അത് ഉള്ളത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ സെറ്റാണ്. പിന്നെ ഈ കണ്ണാടിയായിരുന്നു ഒരു ടൂളായിട്ട് ഞാൻ പല സ്ഥലത്തും, എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിനകത്തുള്ള സീനുകളിൽ, അവിടെയുള്ള സീനുകളിൽ. അപ്പോൾ അതിനകത്തൊക്കെ ഇതൊരു പ്രോപ്പർട്ടി പോലെ അത് വെച്ച് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ആസ് ആൻ ആക്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലുക്ക് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. പെർഫോം ചെയ്യുമ്പോഴും പരിപാടി നമ്മൾ ചെയ്യുന്നതല്ല, പുറമേ കാണുന്ന രീതിയിൽ വേറെ രീതിയിലാണെന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. പിന്നെ ഇത്രയും സിനിമകൾ വർക്ക് ചെയ്തതിൻ്റെ ഒരു ടെൻഷനോ പേടിയോ അങ്ങനത്തെ സാധനങ്ങളില്ല. എല്ലാ ദിവസവും കാണുന്നത് ക്യാമറയാണ്, എല്ലാ ദിവസവും ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ടാണ്. കാരണം മിക്കതും ടൈറ്റ് ക്ലോസപ്സും പരിപാടിയൊക്കെ മിക്കതും അങ്ങനെയുള്ള ഷോട്ടുകളാണ്, ടൈറ്റ് 2 ഷോട്ടുകളും. അപ്പോൾ അത്തരം ഇതിനകത്ത് വരുമ്പം ഞാൻ പല സീനുകളിലും കരയുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ, ഈ ഇമോഷൻ കണക്റ്റ് ആകുക എന്ന് പറയുന്നത്, കാരണം സെക്കൻഡ് ഹാഫിൽ നമുക്ക് അങ്ങനത്തെ മൊമെന്റുകൾ മാത്രമേ ഉള്ളൂ എനിക്ക് പ്രത്യേകിച്ച്. ഓരോ സ്ഥലത്ത് സിനിമ വീണ് നിന്ന് പോകുന്നതും പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ പല പല മിക്സഡ് ഇമോഷൻസുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏരിയയൊക്കെ വരുന്ന സമയത്ത് ഈ ലുക്ക് സെറ്റായപ്പം ഭയങ്കര കോൺഫിഡൻസ് കിട്ടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേര് കാണുന്ന ഇന്റർവ്യൂ ധ്യാനിന്റെയാണ്. നമ്പേഴ്സ് നോക്കിയാൽ നമ്മൾ വെറുതെ കോവിഡിന് ശേഷം നോക്കി കഴിഞ്ഞാൽ ഒരു 5 കോടി പേരിൽ കൂടുതലെങ്കിലും കണ്ടിട്ടുള്ള ഇന്റർവ്യൂ ഉള്ള ഒറ്റൊരു മലയാളം ആക്ടർ ധ്യാനായിരിക്കും. കാരണം അത്രയും വലിയ എന്റർടൈനർ ആണെന്ന് അറിയാം. ഇപ്പൊ ധ്യാൻ സംബന്ധിച്ചില്ലെങ്കിൽ ഈ നമ്പേഴ്സ് ഒക്കെ ഞാൻ അറിയാമല്ലോ. ഇപ്പൊ ഈ വീണ്ടും ഇപ്പം വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ അതിന്റെ ഒരു പ്രീ ബുക്കിംഗ് സംഗതിയൊക്കെ മാറി മറിയുന്നതും ആഫ്റ്റർ ധ്യാൻ ഇന്റർവ്യൂ ആണ്. ഇപ്പൊ ധ്യാനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ആക്സെപ്റ്റൻസ് എന്നുള്ളത് എന്തെങ്കിലും ഒരു ടെൻഷൻ ഫാക്ടർ ആയിരുന്നു ഇതിനൊക്കെ അപ്പുറത്ത്? കാരണം വെച്ച് കഴിഞ്ഞാൽ തിരയുടെ സമയത്ത് അവർ നോക്കിക്കോളും, രാകേഷ് ആണെങ്കിൽ ശരിക്കൊരു അഫെക്ഷൻ കൈൻഡ് ഇതിലാണല്ലോ. ഞാൻ ആ സമയത്തൊക്കെ സംസാരിക്കുമ്പോഴും ചേട്ടനിൽ സമ്പൂർണ്ണമായിട്ട് ചേട്ടനിൽ വിശ്വാസം അർപ്പിച്ച ഒരു പയ്യനാണ്. പക്ഷെ അതിൽ നിന്ന് ധ്യാൻ കുറച്ചുകൂടി മെച്ചുവേർഡ് ആവുന്ന, ധ്യാനിന്റെ ബ്രാൻഡ് വാല്യൂം, ധ്യാനിനെ കുറിച്ചും ധ്യാൻ എന്ത് സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് കാൽക്കുലേഷൻ ഉള്ള ഒരാളാണല്ലോ. ഈ സിനിമയുടെ കാര്യത്തിൽ എന്തായിരുന്നു ശരിക്കും? അല്ല, ഈ സിനിമയുടെ കാര്യത്തിൽ ഇപ്പം മനുഷ്യനെ നമ്മൾ
വർഷങ്ങൾക്ക് ശേഷം തിര കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ഏട്ടൻ ഒരു സിനിമയിൽ വിളിക്കുന്നു. അതെ. ഞാനൊരു സീരീസ് ഓഫ് അല്ലെങ്കിൽ സ്ട്രീക്ക് ഓഫ് ഒരു ഫ്ലോപ്സ് സിനിമകൾ ചെയ്തിട്ട് നിൽക്കുന്ന സമയം. അപ്പം എനിക്ക് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സിനിമകൾ ചെയ്യുന്നു, 1-2 പടം ഓടാനുള്ള 1-2 സിനിമകൾ, കപ്പ്യാർ 2 ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ഓടാനുള്ള ഭാവിയിൽ നമുക്ക് എപ്പോഴും എൻ്റെ ഒരു ചിന്ത, ഭാവിയിൽ നമുക്ക് ഓടാനുള്ള സിനിമകൾ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ച് 1-2 എണ്ണമൊക്കെ മറ്റേ തരക്കേടിലുണ്ടെങ്കിൽ പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ കമ്മിറ്റ് ചെയ്ത സിനിമകൾ കൃത്യമായി തീർക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആ സമയത്തുള്ള ഏറ്റവും വലിയ ടാസ്ക്. കാരണം ഒരുപാട് പടം കമ്മിറ്റ് ചെയ്തു. ഇതല്ലേ എല്ലാം ആരും പൊട്ടാൻ വേണ്ടി എടുക്കുന്നല്ലോ സിനിമ, എല്ലാവരുടെയും മിക്കവരും ഡെബ്യൂ ഡയറക്ടേഴ്സുമാണ്. അപ്പം ചിലതൊക്കെ അതിൽ 1-2 പടം ആക്ച്വലി ഞാൻ വർക്കാവുമെന്ന് വിചാരിച്ച തിയേറ്ററിൽ ചെറുതായിട്ടൊക്കെ നന്നാവുമെന്ന് വിചാരിച്ച സിനിമകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ഷൂട്ട്. പക്ഷേ ഷൂട്ടിന് ശേഷം എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ സബ്ജക്ട് നല്ലതാണ്, കേട്ടപ്പോൾ ചിലപ്പോൾ അത് വർക്കാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് തോന്നിയ സിനിമകളുണ്ട്. പക്ഷേ ഷൂട്ട് മോശമായപ്പോഴേക്കും കുളമായപ്പോഴേക്കും പിന്നെ എനിക്ക് മനസ്സിലായി ഷൂട്ടിനിടയിൽ നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടും, ഇത് ഓടൂലെന്ന് എല്ലാ ആക്ടേഴ്സിനും കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കൃത്യമായി ഡബിനെങ്കിലും പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഓടൂലെന്ന്. എനിക്ക് തോന്നുന്നു അത് ഡയറക്ടേഴ്സിനും മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ കാരണം എനിക്ക് ലവ് ആക്ഷൻ അതേപോലെ എനിക്ക് തോന്നലുണ്ടായിരുന്നു, എൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റും എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് എവിടെ പോയി നിൽക്കും എന്നുള്ളത്. എന്തായിരിക്കും ഓടും. അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് ശേഷം എനിക്കതായിരുന്നു, ഇത് ഓടും, പക്ഷെ എന്തായിരിക്കും മിക്സഡ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇത് കൃത്യമായിട്ട് എനിക്ക് ധാരണയുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതും കൂടെ ഇല്ലെങ്കിലേ അങ്ങനെ ജഡ്ജ്മെന്റ് ഈ ഒരു പരിപാടിക്ക് വരരുത്. അപ്പോൾ പക്ഷെ ആരും പുറത്ത് പറയില്ലായിരിക്കും, പുറത്ത് കാണിക്കില്ല, കാരണം അവർക്കൊക്കെ അവരവരെ സിനിമ അവരവരെ കുഞ്ഞ് വലുതാണല്ലോ. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫ്ലോപ്പും പരിപാടിയിനിടയിൽ വന്നപ്പോൾ ഏട്ടൻ ഹൃദയത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഹൃദയം ഭയങ്കരമായിട്ട് യങ് ഓഡിയൻസ് അല്ലെങ്കിൽ മിലനിയൽ കിഡ്സ്, ജെൻസി കിഡ്സിനിടയിൽ ഭയങ്കര ഓളം ഉണ്ടാക്കിയ സിനിമയാണ്. അതിന് കുറച്ച് അതിൻ്റെ മുകളിലുള്ള പ്രായമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു ഏജിന് മുകളിലുള്ള ആൾക്കാർ പലർക്കും വർക്കാകാത്ത സിനിമ. ആ കൂട്ടത്തിലുള്ള ആളാണ്. കാരണം എനിക്കതൊരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഏറിയും പരിപാടി. കമ്മിങ് ഓഫ് ഏജ് ആയിട്ട് പോലും എനിക്ക് സെക്കൻഡ് ഹാഫ് ഒന്നും, ഞാൻ സെക്കൻഡ് ഹാഫ് കണ്ടിട്ടില്ല, വർക്കായിട്ടില്ല. അപ്പോൾ സെക്കൻഡ് ഹാഫ് പിന്നീട് ഞാൻ തിയേറ്ററിൽ ഞാൻ കണ്ടില്ല, കാരണം ഞാൻ ഫസ്റ്റ് ഹാഫിന് ഇറങ്ങിപ്പോയി. സെക്കൻഡ് ഹാഫ് ഞാൻ കൊണ്ടു തുടങ്ങുന്ന ഞാൻ വീട്ടിൽ മകള് കാണുന്ന കുട്ടികളൊക്കെ ഇരുന്ന് കാണുന്ന സമയത്ത്, അജുവിൻ്റെ മക്കളൊക്കെ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അപ്പോഴും എനിക്കത് കമ്മിങ് ഓഫ് ഏജ് ആയിട്ട് പോലും എനിക്കത് എവിടെയൊക്കെയോ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ഹിന്ദിയിൽ പോയി കരൺ ജോഹർ റൈറ്റ്സ് വാങ്ങിക്കുന്നു. അപ്പോൾ ചില സിനിമകൾ ആൾക്കാർക്ക് ചിലത് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടായി വരും, പേഴ്സണലാണ്. അപ്പോൾ ഇനിയായിട്ടൊരു സിനിമ ചെയ്യുന്ന സമയത്ത് കാരണം ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ്. പാഷനേറ്റ് ഇൻ ദ സെൻസ് സിനിമയോട് ഉള്ള പുള്ളിയുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ്, ഇമോഷണൽ, ഒരു ഭയങ്കര സിനിമക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ ജീവിക്കുന്ന ആളൊന്നല്ല. ഞാൻ സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളല്ല. സിനിമ എൻ്റെ ആദ്യത്തെ ഒരു 3 പ്രയോറിറ്റിയിൽ പോലും ഇല്ലാത്ത ആളാണ്. സിനിമ ഈസ് ക്ലോസ് ടു മൈ ഹാർട്ട് ആണ്. അതിനെ വളരെ പ്രാക്ടിക്കലായിട്ട് എടുക്കുന്ന ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്ന സമയത്ത് പൈസ ഉണ്ടാക്കണം, പണം ഉണ്ടാക്കേണ്ട സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് തല്ലിപ്പൊളി സിനിമ ചെയ്തിട്ടാണ് നമ്മൾ കാശുണ്ടാക്കുക. ഇങ്ങനത്തെ കുറേ എൻ്റെ പ്രാക്ടിക്കാലിറ്റി മനസ്സിലാക്കിയ സിനിമ ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്കിപ്പോൾ സിനിമ ഇല്ലെങ്കിൽ പോലും ഞാൻ ജീവിക്കുന്നുള്ള ഒരു അവസ്ഥ എനിക്കുണ്ട്. അല്ലെങ്കിൽ ഞാൻ വേറെ ജോലിക്ക് പോകും. സിനിമയോട് എനിക്ക് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇഷ്ടമോ പ്രണയമോ അങ്ങനത്തെ പരിപാടി ഒന്നും തന്നെ എനിക്കില്ല. ആ പാഷനും എനിക്കില്ല. കാരണം ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് സിനിമയിൽ വന്നിട്ട് സിനിമ പഠിച്ച ആളാണ്. അതിന് മുന്നേ പോലും പെരിഫറലായിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ചെയ്തും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അഭിനയിച്ച് ഫൈൻ ട്യൂൺ ചെയ്ത ആളാണ്, സെൽഫ് ട്യൂൺ ചെയ്തതാണ് ഞാൻ. അല്ലാതെ ആരും വന്നിട്ട് നമ്മളെ പറഞ്ഞു കഴിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്ഷനും അങ്ങനെ വന്ന് ചെയ്ത് മനസ്സിലാക്കിയതും കണ്ടറിവും കേട്ടറിവും മാത്രമേ ഉള്ളൂ. അല്ലാതെ മുന്നേ പോയി അങ്ങനെ ആർക്കും സിനിമ പഠിപ്പിക്കാനും പറ്റില്ല മനുഷ്യരുടെ. അതാണ് ഫാക്ട്. ആർക്കും നമ്മളെ വന്നിട്ട് ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നും പറഞ്ഞു തരാം. ബാക്കി നമ്മുടെ പ്രാക്ടിക്കൽ ഇതും നമ്മൾ ചെയ്ത് ട്രയൽ ആൻഡ് എറർ ആണല്ലോ, ചെയ്ത് അറിയാന്നുള്ളതുള്ളൂ. ആ രീതിയിൽ ഇപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഒരു കഥ വന്നിട്ട് ഏട്ടൻ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഞാൻ സന്തോഷമുണ്ട്. ബിക്കോസ് ഏട്ടൻ സിനിമയിൽ വീണ്ടും ചെയ്യുന്നുള്ളൂ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സിനിമ ഏട്ടനുമായിട്ട് ചെയ്യുന്നു, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇങ്ങനൊരു കഥ അപ്പം ഞാൻ ആലോചിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷത്തെക്കാളും ഇങ്ങനൊരു കഥ ഓടുമോ, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അപ്പം ഞാൻ എല്ലാ ദിവസവും ആവറേജ് 4-5 കഥ കേൾക്കുന്ന ആളാണ്. എന്നുവെച്ചാൽ അത്രമാത്രം സിനിമകൾ വരുന്നത് കൊണ്ടും കാരണം മെയിൻ സ്ട്രീം നടന്മാരിലോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് കാറ്റഗറി ആക്ടേഴ്സിൽ പെടുന്ന ആൾക്കാരാണ്. അവർ പോലും പലരും ഫിൽട്ടർ ചെയ്തിട്ടാണ് കഥ കേൾക്കുന്നത്. അതിലെല്ലാ കഥയും കേൾക്കുന്ന മലയാള സിനിമ ഒറ്റ ഒരാളുള്ളത് ഞാനാണ്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറിയിൽ അപ്പം ഞാൻ 4-5 കഥ കേട്ട്
കൃത്യമായിട്ട് അപ്പം കഥ കേട്ട് 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 അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. കേട്ട് 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 ഇത് ഓടൂ, ഇതിലെവിടെയാണ് ഇതിൻ്റെ വീക്ക് പോയിന്റ്സ്. എനിക്കിപ്പോൾ പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, ഫ്ലോസ് ഉണ്ടെന്ന് എനിക്ക് എടുത്ത് പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഒരിക്കലും അത് അന്ന് ഞാൻ ഏട്ടനോടുള്ള ഫസ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞപ്പോഴും ഏട്ടനോട് ഇതിൻ്റെ കൃത്യമായിട്ട് പല ഏരിയ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നത് ഷൂട്ടിനൊരു 2-3 ദിവസം മുന്നേ ആയിരുന്നു. അത് 2 ദിവസം മുന്നേ. പക്ഷെ നമുക്കറിയാം ഈ സിനിമ തിയേറ്ററിൽ ഓടും മനുഷ്യർ, അത് വേറെ. കാരണം അതിനകത്തൊരു എല്ലാ സിനിമയിലും USP ഉണ്ടാവും. അത്തരം USP ഉണ്ട്, ഒരു സെല്ലിംഗ് പോയിന്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പം എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധി ഉണ്ടെന്നൊന്നുമല്ല ഞാൻ പറയണം. പക്ഷേ എൻ്റെ ഈ കഴിഞ്ഞ കാലയളവിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും 3-4 കഥ കേൾക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഞാൻ ശ്രീനിവാസൻ്റെ മോനാണല്ലോ. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ അല്ലെങ്കിൽ എനിക്കിതായപ്പോൾ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ, ഇതിലുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നിയപ്പോഴേക്കും എന്നോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അതൊക്കെ കവറപ്പ് ആയി പോയിക്കോളും. കാരണം കവറപ്പ് ചെയ്യാൻ ഭയങ്കര കഴിവുള്ള ആളാണ്, മ്യൂസിക് വഴി പരിപാടിയും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഹൃദയം ചെയ്ത പോലെ. കാരണം ഹൃദയം ഇതുപോലെയാണ്. കാരണം അപ്പം എൻ്റെ ടെൻഷൻ മൊത്തം ഞാനിത് നന്നാവോ അല്ലെങ്കിൽ ഇതാവോ എന്നുള്ളതല്ല. ഓൾറെഡി പടങ്ങൾ പൊട്ടിയിരിക്കുന്ന എൻ്റെ ടെൻഷൻ എൻ്റെ ഏട്ടൻ സക്സസ് മാത്രം കണ്ടുവന്ന ആളാണ്. അങ്ങനെ ഒരാളുടെ കരിയറിൽ ആദ്യത്തെ ഫ്ലോപ്പായി പോയി സിനിമ എന്ന് ഞാൻ പേടിച്ചിരുന്നു സത്യം പറഞ്ഞു. കാരണം എൻ്റെ ഏട്ടന് സക്സസ് മാത്രം കണ്ട ആൾക്ക് ഒരു ലൈഫിൽ ഇമോഷണലാണ്. അപ്പൊ എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയിരുന്നു ഈ സിനിമ. അതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് തന്നെ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഈ സിനിമയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ ഞാനായിരിക്കും എന്നുള്ളത്. അതെൻ്റെ എനിക്ക് കഥ അറിയേണ്ട, ഒന്നും ചെയ്യേണ്ട. എൻ്റെ ഏട്ടൻ പറയുന്ന, എൻ്റെ ഏട്ടൻ്റെ സിനിമയാണ്, ഞാൻ അഭിനയിച്ച് ഒരിക്കലും ഈ സിനിമ മോശമാക്കില്ല. എൻ്റെ ഏട്ടൻ്റെ സിനിമ അതിൻ്റെ ഒരു കുറവായിട്ട് ധ്യാൻ എന്നുള്ളത് വരാനും പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് പറഞ്ഞപ്പോഴേക്കും ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും ഇത് ഞാൻ ഷോൾഡർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. കാരണം എന്നിലൂടെയാണ് സിനിമ പോകുന്നതും പല ഇമോഷണൽ ഇൻസ്റ്റൻസസ് അല്ലെങ്കിൽ ഇമോഷണൽ പോയിന്റ്സ് ഒക്കെ മെയിൻ ഏരിയാസ് ഞാൻ പറയുന്നെടുക്കുകയാണ് അതിൻ്റെ പല പോയിന്റുകളും. അപ്പോൾ എനിക്കൊരു 50-50 ചാൻസ് ഈ സിനിമക്ക് കഥ കേട്ടപ്പോൾ തോന്നിയുള്ളൂ. സെക്കൻഡ് ഹാഫ് എനിക്ക് കുറച്ച് അറിവ് മാത്രമേ ഉള്ളൂ, കുറച്ച് പോപ്പ് കൾച്ചർ സാധനമെന്ന് എനിക്കറിയാം. നിവിൻ്റെ എൻട്രി വരുന്നതോട് അഭിഷാക് ഫ്ലൈറ്റിന് ട്രാക്ക് മാറുന്നുണ്ട്. അപ്പോഴും ഓവറോൾ സിനിമ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല, മിക്സഡ് ആയിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഓടും, സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്നുള്ള ഒരു സാധനമുണ്ട്. ഞാൻ കിട്ടിയ ഒരു സാധനം ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ, ഇതിൽ 3-1 കാരണം മിനിമം സാധനം ഉണ്ടാവും. ആൾക്കാരെ കയ്യിലിരുത്താൻ അല്ലെങ്കിൽ പിടിച്ചിരുത്താനുള്ള ഒരു സാധനം പുള്ളിയുടെ കയ്യിലുണ്ട്. ആ ഒരു മാജിക് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ മിസ്റ്റേക്സ് ഉണ്ട്, ഫ്ലോസ് ഉണ്ട്, സ്ക്രീൻ പ്ലേയിൽ എറേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പുള്ളിയുടെ കൂടെ ചെയ്യുമ്പോൾ എനിക്ക് തീരുമാനം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ നമ്മൾ ടോപ്പ് സ്കോറർ ആയിരിക്കണം. അതൊരു പിഴവായിട്ട് സ്കോർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലീഡ് ചെയ്യുന്ന വൺ ഓഫ് ദ ലീഡ് ആയതുകൊണ്ടും എൻ്റെ ഒരു പിഴവ് കാരണം ആ സിനിമക്ക് ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അത് വരാൻ പാടില്ല. പെർഫോമൻസ് എല്ലാവരുടെയും എക്സൽ ചെയ്തിരിക്കണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം അപ്പുവിനുണ്ടായിരുന്നു. അപ്പുവിൻ്റെ ഹൃദയം കഴിഞ്ഞിട്ട് മനുഷ്യരുടെ 2 വർഷം കഴിഞ്ഞിട്ട് ഒരു ആക്ടർ വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് അതങ്ങനെ എളുപ്പമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം വായിക്കാനും എഴുതാനും അറിയാത്ത ഒരാൾ, ഈ സ്ഥലവും ഈ കഥയും പശ്ചാത്തലമായിട്ട് യാതൊരു കണക്റ്റും ഇല്ലാത്ത ഒരാൾ, കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് പോലെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലെ അറിയാത്ത ഒരാൾ, അങ്ങനെ ഒരാൾ 2 വർഷത്തിന് ശേഷം ഒരു സിനിമയിൽ വന്നിട്ട് അഭിനയിക്കുമ്പോൾ അയാൾക്ക് എന്തുമാത്രം ഇതുണ്ടാവുന്നു. അപ്പം ഫ്രം ഹൃദയം ടു വർഷങ്ങൾക്ക് ശേഷം പ്രണവിൻ്റെ ഗ്രോത്ത് ആക്ച്വലി ഭയങ്കരമാണ്. ഒരു പടി അല്ലെങ്കിൽ ഒരു 2 പടി മുകളിൽ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ചില ഇമോഷണൽ സീൻസും പരിപാടിയൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒറ്റ കാര്യമുള്ളൂ, ഫോർ വിനീത് ശ്രീനിവാസൻ. കാരണം ഞങ്ങൾ 2 പേരും, എനിക്ക് തോന്നുന്നു അതെന്നോട് പ്രണവ് ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷേ ഉള്ളിലൊരു സാധനം ഉണ്ട്, എനിക്ക് മനസ്സിലായത് വി ആർ ഡൂയിങ് ദിസ് ഫോർ ഏട്ടന് വേണ്ടിയിട്ടാണ് ഈ സിനിമ. കാരണം ഹൃദയത്തിന് ശേഷം എനിക്ക് തോന്നുന്നില്ല വർഷങ്ങൾക്ക് ശേഷം പ്രണവ് ചെയ്യേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്രണവിന് ഒന്നും ചെയ്യാനില്ല. കാരണം സെക്കൻഡ് ഹാഫ് നമ്മൾ നോക്കുവാണെങ്കിൽ വേണുവിന്റെ ജേണിയാണ്. അതെ, വേണുവിന്റെ എന്റെ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ആലോചിച്ചിരുന്നു എന്തുകൊണ്ട് എന്റെ റോൾ പ്രണവിന് കൊടുത്തിട്ട് പ്രണവിന്റെ റോൾ എനിക്ക് എടുക്കാവുന്നുള്ളൂ. ബിക്കോസ് സെക്കൻഡ് ഹാഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, പക്ഷേ പ്രസൻസ് ഇല്ല, ലൈക്ക് സ്ക്രീൻ ടൈം കുറവാണ്. ഓഫ്കോഴ്സ് നിവിൻ പോളി എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാർ വന്നിട്ട് ഒരു ഏരിയ നിവിൻ അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ ഈ 2 പേരും
നിഴലായി പോവും. ഓക്കെ, അപ്പം ഹൃദയം കഴിഞ്ഞ ഒരു സോളോ ഹിറ്റ് അടിച്ച് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ലാൽ സാർ എന്ന് പറയുന്ന ഒരാളുടെ മകൻ, ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകൻ, അല്ലെങ്കിൽ പ്രണവൻ ഒരു സോളോ സിംഗിൾ പടം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഒരു എൻസോംബ്ല ഈ പറഞ്ഞ പോലത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിനിടയിൽ പോയിട്ട് ഒതുങ്ങി പോകുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചിരുന്നു എന്തുകൊണ്ടായിരിക്കും പ്രണവ് ഇത് സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ ചോദിച്ചില്ല, പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാരണം, പുള്ളി ഇങ്ങനെ പെർഫോം ചെയ്യുന്നതെല്ലാം കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാരണം, ഹി ഡിഡ് ഇറ്റ് ഫോർ, ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ ഏട്ടനും ഇതൊരു വിനീത് ശ്രീനിവാസൻ പടമായിരുന്നു, അല്ലെങ്കിൽ ഒരിക്കലും പ്രണവ് ഇത് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഏട്ടൻ്റെ സിനിമ, കാരണം അതിനൊറ്റ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സിനിമയെ പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളുടെ സിനിമയെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ സീരിയസ് ആയി ഇരുന്ന് പോവും. നമ്മൾ തമാശ പറയുകയും കളിക്കുകയും ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ ആ സ്റ്റാർട്ടിനും ആക്ഷനും കട്ടിനും ഇടയിൽ നമ്മൾ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടും, അല്ലെങ്കിൽ ആ സിനിമയെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്തത് എല്ലാവരും. ബേസിൽ ഉൾപ്പെടെ ആ കഥ പോലും കേൾക്കാതെ വന്നിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ എല്ലാവരും വന്ന് ചെയ്തത് വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഫിലിം മേക്കറും നമ്മളെല്ലാവരെയും സിനിമയിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ എല്ലാവരുടെയും മെന്ററിന് വേണ്ടിയിട്ട് പലർക്കും പലർക്കും കഥ കേട്ടിട്ട് ആ സിനിമ അഭിനയിച്ച പലർക്കും സംശയം ഉണ്ടായിരുന്നു, ഈ സിനിമ ഇവിടെ പോയി നിൽക്കും, എന്താണ് ഇതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഉറച്ചൊരു തീരുമാനം എടുത്ത് വന്ന പോലെ എനിക്ക് തോന്നിയത് വെച്ചാൽ നമ്മളെല്ലാം ഈ സിനിമ ചെയ്യും വിനീതിന് വേണ്ടി, ഏട്ടന് വേണ്ടി. അതായിരുന്നു എനിക്കത് നിവിന്റെ കാര്യം അങ്ങനെ നോക്കാം. വെച്ചാൽ നിവിൻ ഇത്രയും ഇങ്ങനെ ഒരു സമയത്ത് ഇത്രയും സെൽഫ് ട്രോൾ ഉള്ളത് ചെയ്യണോന്നാണ് നമ്മൾ എന്നോട് ഡിജോന്റെ പടം ചെയ്യുന്ന സമയത്ത് നിവിൻ ചേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എടാ ഇത് ചെയ്ത് എങ്ങനെയായിരിക്കും, ഇത് ഞാൻ ചെയ്യണോ? എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇത് നിങ്ങളത് പറ, ഞാൻ പുള്ളിയുടെ അടുത്ത് ആക്ച്വലി ഡിമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് നിങ്ങൾ ചെയ്താൽ ചിലപ്പോൾ പാളിപ്പോയിട്ടോ എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ആരും ചിന്തിച്ചു പോകും, ബിക്കോസ് ഇങ്ങനെ സെൽഫ് ട്രോൾ ചെയ്യുക എത്ര ചെയ്യാമോ അത്ര അതിന്റെ എക്സ്ട്രീമാണ്. അത് ബാക്ക് ഫയർ ചെയ്യാനും സാധ്യതയുണ്ട്, എങ്ങനെ വേണമെങ്കിലും ഇതായി പോവാം. അപ്പൊ ഈ ഒരു സമയത്ത് പിന്നെ ഭയങ്കര ഓവർ ദ ടോപ്പ് ലൗഡാണ് ഈ സിനിമേന്റെ. പെട്ടെന്ന് അങ്ങനെ വരുന്ന സമയത്ത് അത് ലിഫ്റ്റ് ആവുമോ താഴോട്ട് പോകും, രണ്ട് എക്സ്ട്രീം ആയിരുന്നു. ഒന്നുകിൽ ആ പടത്തിന് സിനിമയുടെ ടോട്ടൽ ടോണുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് നിതിൻ മോളി. സിനിമ ഇങ്ങനെ ടോപ്പ് ആള് വരിക. അപ്പോൾ രണ്ട് കാര്യമുള്ളൂ, ഒന്നുകിൽ ഈ പടത്തിനെ കംപ്ലീറ്റ്ലി ലിഫ്റ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ അതേപടി താഴോട്ട് കൊണ്ടുപോകും. പക്ഷെ തിരിച്ച് സംഭവിച്ചതല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ലിഫ്റ്റ് ആവും തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്കിടയിൽ ഞാൻ ഡൗട്ട് മറികടന്നുകൊണ്ട് സമീപകാലത്ത് കിട്ടുന്ന ഏറ്റവും വലിയ കയ്യടിയായിട്ട് ഞങ്ങൾ അന്ന് ചിന്തിച്ചിരുന്നത് രണ്ട് എക്സ്ട്രീം ആയിരുന്നു. ഞാനും പുള്ളിയുടെ ഡിസ്കഷനാണ് പറഞ്ഞത്, ഒന്നുകിൽ മര്യാദയ്ക്ക് അത് പൊന്തിപ്പോവും, അല്ലെങ്കിൽ താഴോട്ട് പോകും. ഇതാണ് രണ്ട് എക്സ്ട്രീമുള്ള സാധനത്തിന്. അപ്പൊ എനിക്കും അതാണ് തോന്നിയത്. പക്ഷേ ഇത് പുള്ളി ചെയ്തപ്പോഴും, പുള്ളി ചെയ്ത് വന്നപ്പോഴും, അല്ലെങ്കിൽ ആ ഏരിയ സിനിമേന്റെ ഗതി തന്നെ മാറ്റുന്ന പിന്നെ നമ്മൾ കണ്ടപ്പോൾ ഡബ് ചെയ്യുമ്പോഴും ഇതിനും കണ്ടപ്പോഴേക്കും അതുവരെ ഒരു വിരസതയുണ്ട്, ഒരു ഡ്രൈനെസ് ഉണ്ട് ആ സിനിമയ്ക്ക്. അവിടുന്ന് പുള്ളിയുടെ വരവോടുകൂടി ആ സിനിമയുടെ ഹ്യൂമർ ആയിക്കോട്ടെ, കാരണം ആൾക്കാർ ഇത്രയും ആക്ടേഴ്സ്, ബേസിൽ ഞാൻ, നിവിൻ, ഇവരൊക്കെ വരുമ്പോൾ ആൾക്കാർ എവിടെയൊക്കെയോ ഒരു ചിരി പ്രതീക്ഷിക്കുന്നുണ്ട്. മനുഷ്യരുടെ ചിരി വലിയൊരു ഫാക്ടറാണ്. കാരണം വിനീത് ശ്രീനിവാസന്റെ പ്രീവിയസ് സിനിമകളിലും ചിരിയുണ്ട്, എന്നുവെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചിരികളാണ് തിരെ ഒഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ചിരി വേണം, ചിരി തന്നെയാണ് ആ സിനിമ ഒരു പരിധി കഴിഞ്ഞാൽ ഈ ഡ്രൈനെസ് മാറി കിട്ടാൻ. പിന്നെ ആളുകൾക്ക് ബ്രീത്ത് പോലെ റിലാക്സ് ചെയ്യണം. അപ്പോൾ ആ ചിരി, അല്ലെങ്കിൽ ആ ഒരു 10 മിനിറ്റ്, നിവിൻ വന്നു പോയ ഒരു 10 മിനിറ്റാണ് സത്യം പറഞ്ഞാൽ ആ സിനിമയിൽ ഏറ്റവും വലിയ ആശ്വാസവും ആ സിനിമേനെ ഒരു 2 പടി അല്ലെങ്കിൽ ഒരു 10 പടി മുകളിൽ കൊണ്ട് നിർത്തിയത്. അതിനിടയിൽ അതിന് മുന്നേ പറഞ്ഞതും അതിന് ശേഷം പറഞ്ഞ കഥയോ ഒന്നുമല്ല. അത് ഓവറോൾ ഉണ്ടല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ആ വരവോടുകൂടി സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ആ ഇതിനെ, ഒരു ഗ്രാഫിനെ തന്നെ മാറ്റി മറിച്ചെന്നുള്ളത് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ ഒരു മാജിക്. തിരയുടെ സമയത്താണെങ്കിൽ പോലും ധ്യാൻ അങ്ങ് സറണ്ടർ ചെയ്ത് കൊടുക്കാതിരിക്കല്ലോ ചെയ്യുന്നത്. അതേപടി ഇവിടെയും ഉണ്ടായിരുന്നോ? നേരെ തിരിച്ചു പറഞ്ഞിട്ടോ. ഞാൻ മാമന്റെ സെറ്റിൽ വർക്ക് ചെയ്യും. ഇപ്പൊ ബേസിൽ ഒരു സിനിമയാണ് ക്ലാപ്പ് തിരയിൽ വർക്ക് ചെയ്തത്. ബേസിലിന്റെ സിനിമാറ്റിക് നോളജ് എന്താണ്? ബേസിൽ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ബേസിൽ ഒരു സിനിമ ക്ലാപ്പ് അടിച്ചതിന്റെ നോളജ് എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2015 ഓണത്തിൽ ലോഹം, ഒട്ടോപ്പിയിലെ രാജാവ്, ജമുന പ്യാരി, ഡബിൾ ബാരൽ, കുഞ്ഞിരാമായണം, 5 പടത്തിനിടയിൽ ഓണം വിന്നറായിരുന്നു അന്നത്തെ. ഈ പറഞ്ഞ ഏറ്റവും വലിയ എന്റർടൈനർ ആയിരുന്നു. ഈ പറഞ്ഞ എത്രയോ വലിയ ടോപ്പ് ഡയറക്ടേഴ്സ് സിനിമകൾ, ലിജോ ചേട്ടൻ്റെ പടമുണ്ട്, രഞ്ജിത്ത് ചേട്ടൻ്റെ പടമുണ്ട്. ഒരു പടം ക്ലാപ്പ് അടിച്ച അവനെ പൊക്കി പറയേണ്ടി വരുന്നല്ലോ എന്നുള്ളൊരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ, പക്ഷെ ഒരു പടം ക്ലാപ്പ് അടിച്ച ഒരാൾക്ക്
എന്ത് നേരത്തെ പറഞ്ഞ സിനിമാറ്റിക് നോളജ് എന്താ, ഒരു പടം മതി. കാരണം സിനിമ കോമൺ സെൻസ് ആണ് മനുഷ്യട്ടാ. കോമൺ സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സെറ്റ് എക്സ്പീരിയൻസ് മതി സത്യം പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി. അത് എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ മാമൻ്റെ പടത്തിൽ അസിസ്റ്റ് ചെയ്ത് മനുഷ്യൻ കണ്ട് എൻ്റെ പടത്തിൽ അസിസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു സിനിമയുടെ നോളജാണ് തിരയിലെത്തുന്ന സമയത്ത്. എനിക്ക് ഇന്ന് മാർക്കിൽ പോയിട്ട് ഇന്ന് ഇവിടെ പോയിട്ട് ലുക്ക് കൊടുക്കണം. എനിക്ക് ഒറ്റ സിനിമയുടെ നോളജിലാണ് ഞാൻ സറണ്ടർ ചെയ്ത് നിന്നൊന്നുമല്ല. ഒരു റിഹേഴ്സൽ ക്യാമ്പോ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ട്. ഒരു സിനിമ എക്സ്പീരിയൻസ് മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പക്ഷേ നമുക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അതിന് മുന്നേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ബേസിക് അറിവുണ്ട്. അപ്പൊ ആ മാമന്റെ സെറ്റിൽ ഞാനിതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. മാമന്റെ സെറ്റിൽ ലൈറ്റ് യൂണിറ്റിൽ, അന്നത്തെ ACS എന്ന് പറഞ്ഞ ലൈറ്റ് യൂണിറ്റിൽ ഒരു പയ്യൻ, പക്ഷെ അവനെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. മാമനല്ല എൻ്റെ ഗുരു, അവനാണ് എൻ്റെ ഗുരു. കാരണം അവൻ ഇവിടുന്ന് അവൻ മാറി നിന്നിട്ട് അവൻ ഇങ്ങനെ മാമനെ ഇങ്ങനെ നോക്കിയിട്ട് അവൻ പറയും, ഈ ആ വൈഡ് വെച്ചിട്ട് പിന്നെ ആദ്യം ഒരു മാസ്റ്റർ വെച്ചിട്ട് പിന്നെ അത് കട്ട് ഷോട്ട് പോയാൽ പോരെ, ഇതെന്താ ഇത്. ഇവൻ ലൈറ്റ് യൂണിറ്റിൽ അവന് പോലും ഈ ഔട്ട്സൈഡറാണ് അവൻ. ഓക്കെ, ഔട്ട്സൈഡർ എന്ന് വെച്ചാൽ സെറ്റിൽ വർക്ക് ചെയ്യുന്ന മൂന്നാമതൊരാളുടെ പെർസ്പെക്റ്റീവാണ്. അവൻ പറയാണ് അവന് പോലും ഉണ്ട് മനുഷ്യൻ ഈ ലൈറ്റിന്റെ പുറകിൽ നിൽക്കുന്ന പുള്ളിക്കായിക്കോട്ടെ ഇവർക്കൊക്കെ നോളജ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന 4-5 സിനിമ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നോളജ് ഉണ്ടാവുന്നല്ല. സിനിമ കാണുന്നവർക്ക് നോളജ് ഉണ്ട്, സിനിമ പഠിക്കുന്നവർക്ക്, സിനിമ അറിയുന്നവർക്ക് എല്ലാവർക്കും നോളജ് ഉണ്ട്. ഇത് കാരണം എന്ന് വെച്ചാൽ ഇത് കോമൺ സെൻസാ. ബേസിക് സാധനങ്ങളേ ഉള്ളൂ സിനിമയിൽ. എന്താ ഉള്ളത്? ഒരു വൈഡ്, ക്ലോസ്, 2 ഷോട്ട്, മിഡ്, 4-5 ആംഗിളും ഉണ്ട്. ഇത് എവിടെ വെക്കണം എന്ന് അറിഞ്ഞാൽ മതി, ആ കഥ പറയാൻ അറിഞ്ഞാൽ മതി അല്ലേ? സത്യം പറഞ്ഞാൽ വലിയ അനമുട്ട കാര്യമൊന്നുമല്ലല്ലോ. ഏത് ക്ലോസിൽ പോകണം, ഏതിന് എക്സ്ട്രീം ക്ലോസ് വെച്ച് കൊടുക്കണം, ഏത് മിഡിൽ, ഏത് ബിറ്റ് ഡയലോഗ് മിഡിൽ പോകണം, ഏതിനാണ് അത് അല്ല അറിയാത്ത കുറേ അസോസിയേറ്റുമാരുണ്ട്. ഇപ്പോഴും ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സിനിമ നോളജ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അങ്ങനെ അളന്ന് ഒരു 5-10 പടം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അറിവ് കിട്ടിയിട്ട് എത്രയോ വലിയ ചീഫ് അസോസിയേറ്റ്മാർ 100-10-40 പടം ചീഫ് അസോസിയേറ്റ് ആൾക്കാർ ഫസ്റ്റ് പടം പൊട്ടിയ ചരിത്രമില്ലേ, ഇഷ്ടം പോലെ. അപ്പോൾ എന്താ ഇവർക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. അപ്പോൾ അതേ ഒരു പടം ക്ലാപ്പ് അടിച്ച ബേസിലിന്റെ ഫസ്റ്റ് പടം സൂപ്പർ ഹിറ്റല്ലേ, രണ്ടാമത്തെ പടം ഹിറ്റല്ലേ, മൂന്നാമത്തെ പടം ഹിറ്റല്ലേ. അപ്പോൾ ഇതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ സമയത്ത് എത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഈ സാധനത്തിന്, ഈ ക്രാഫ്റ്റിനെ നമ്മൾ പഠിച്ചെടുക്കുന്നു, ഈ സംഭവം നമ്മൾ എത്രത്തോളം ഉള്ളിൽ പാഷനേറ്റ് ആയിട്ട് ഇതിനെ എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് പടം ചെയ്യുന്ന സമയത്ത് എനിക്ക് പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് പടം ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഏട്ടനെ സറണ്ടർ ആയിട്ട് പോയി നിൽക്കുകയോ അതൊന്നുമില്ല. എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം, ഡയറക്ടർ പറയുന്നത് ചെയ്യണം. ഏട്ടൻ അത് കൃത്യമായിട്ട് എനിക്ക് ഫീഡ് ചെയ്ത് തന്നിരുന്നു. അല്ലാണ്ട് ഏട്ടൻ ഒരിക്കലും അഭിനയിച്ച് കാണിച്ചു തരുന്ന ആളുമല്ല. തട്ടത്തിൽ എന്നാൽ പോലും ഏട്ടൻ നിവിന്റെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തിര വരുമ്പോ ഏട്ടൻ അങ്ങനത്തെ ഒരു തിര കംപ്ലീറ്റ്ലി ഏട്ടൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമ. അപ്പൊ ഏട്ടൻ അത് അഭിനയിച്ച് കാണിക്കാൻ പോലും അറിയാത്തൊരു പെർഫോമൻസ് ഡ്രിവൺ ആണ് തട്ടമെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ഒരു ആക്ഷൻ ഡ്രിവൺ, കുറച്ചുകൂടി അല്ലേ ഈ ക്യാരക്ടറിനെ ട്രാവൽ ചെയ്തിട്ടുള്ള ചേസും പരിപാടിയാണ്. തിരയിൽ വന്നപ്പോഴും വർഷങ്ങൾക്ക് ശേഷം വന്നാലും സെയിം വർക്കിംഗ് ആയിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ വർക്കിംഗ് സ്റ്റൈൽ ഓൾമോസ്റ്റ് ദീസ് സെയിം എന്ന് പറഞ്ഞ പോലെ. ഏട്ടൻ കൃത്യമായിട്ട് ഒരു ഷോട്ടിന് മുന്നേ ഒരു ബ്രീഫിംഗ് തരും, ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പറയും. ഞാൻ അന്നും ഏട്ടനോട് പറഞ്ഞു ഞാനൊരു സാധനം ചെയ്യാം, ഞാനൊരു വേർഷൻ ചെയ്യാം, അത് ചെയ്തിട്ട് അത് ഓക്കെ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. കാരണം ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ചിലപ്പോൾ ചില ഷോട്ടിൽ നമ്മൾ ബ്രീത്തിങ് കണ്ണ് ബ്ലിങ്ക് ആവുന്നത്, ചില വായ ഇങ്ങോട്ട്, ചില മുഖത്തിന്റെ ചില ഡയലോഗ് പറയുമ്പോൾ ഉള്ള ചില വായ തുറന്നു പോകുന്നത്, ഇതുപോലത്തെ മൈന്യൂട്ട് സാധനങ്ങളുണ്ടല്ലോ. ആ സമയത്തൊന്നും കണ്ണടക്കണ്ട, അല്ലെങ്കിൽ ചെറിയ ബ്രീത്തിങ് കൊടുക്കൂ, ഇങ്ങനത്തെ ചില സാധനങ്ങൾ ട്വീക്ക് ചെയ്യാൻ പറയും. അത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഡയലോഗ് എവിടെയൊക്കെ പോസ് ചെയ്യണം, എവിടെയൊക്കെ നിർത്തണം, ഇത് ഈ സാധനത്തിൽ കുറച്ചുകൂടെ സ്ട്രെസ് കൊടുക്കാം. ഇത്തരം ഫീഡിങ് ആണ് സ്വാഭാവികമായിട്ടും ആ സീൻ ബ്രീഫിങ്ങിന് സമയത്ത് തരുന്നത്. പിന്നെ ഷോട്ടിന്റെ സമയത്ത് എടാ നീ കണ്ണ് ചെറുങ്ങനെ ഇതായി കുറച്ചുകൂടെ ബ്രീത്തിങ് കൊടുക്കാം, കുറച്ചുകൂടെ ഇതിങ്ങനെ പറയാം, തിരിഞ്ഞ് പറഞ്ഞു നോക്കൂ, ഇങ്ങനെ പറഞ്ഞു നോക്കൂ, ഇങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് ഒഴിച്ചു കഴിഞ്ഞാൽ ചെയ്ത് കാണിക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ആ ഫയർ പ്ലേസിലുള്ള സീനൊക്കെ ഉണ്ടല്ലോ, മുടങ്ങി എന്ന് പറയുന്നത് ആ സീൻ ഏട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട്. സീനിന് മുന്നേ ഒന്നും പറഞ്ഞിട്ടില്ല. വൈകിട്ട് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സീനാണ് എടുക്കാൻ പോകുന്നത് പറഞ്ഞത്. പക്ഷെ എനിക്കൊരു ഒരു മനസ്സിലൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുമില്ല, പെട്ടെന്നാണ് അറിയുന്നത്. പക്ഷേ ആ സീന് തൊട്ട് മുന്നേ ഞാൻ ആ കസേരയിൽ വന്ന് ഇരുന്നിട്ട് ഞാൻ ആ ഡയലോഗ് വായിച്ചു നോക്കും. ഒരു പേജ് ഡയലോഗ് ഉണ്ട്, വായിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഞാനൊരു മനസ്സിൽ മെൻ്റലി നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുമല്ലോ, എവിടെ നിർത്തണം, എവിടെ ആ ഡയലോഗ് നിർത്തണം, എവിടെ ഇമോട്ട് ചെയ്യണം,
എവിടെ കയറ്റണം, അതായത് നമ്മുടെ അതിന്റെ ഒരു ഇമോഷണൽ പ്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പം കാരണം ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടൻ പറഞ്ഞു തരണ്ട, ഇത് ഞാനൊരു വേർഷൻ ചെയ്യാം, ചെയ്തിട്ട് ഏട്ടൻ അത് ഓക്കെ അല്ലെങ്കിൽ ഒന്നുകൂടെ പറയണം. ഒറ്റ ടേക്ക് അത്. അതിന് മുന്നേ ഏട്ടൻ ബ്രീഫ് ചെയ്തിട്ടില്ല, ആ സീൻ എന്ന് പറഞ്ഞു തന്നിട്ടില്ല. ബിക്കോസ് അത് നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സിനിമകൾ ചെയ്തതിൻ്റെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സാധനമാണ് ഈ പറഞ്ഞ ഒരു സീനിൽ എവിടെയൊക്കെ നമുക്ക് പോസ് കൊടുക്കാം, എവിടെയൊക്കെ നിർത്തി പറയാം, ഏത് ഡയലോഗിൽ കയറ്റാം, ഏത് ഡയലോഗിൽ കരയാം, ഏത് ഡയലോഗിൽ ഔട്ട് ബേസ്റ്റ് വരാം, ഏത് ഡയലോഗിൽ ഇത് ചെയ്യാം. അതൊക്കെ ഒരു സീൻ വായിക്കുമ്പോൾ ആ ഡയറക്ടർ ആ എഴുതി വെച്ച സാധനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആസ് ആക്ടേഴ്സ് പുള്ളി എന്താണ് ആ സീൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ളതും അത് ഫീഡിങ്ങിനോടൊപ്പം തന്നെ നമുക്കത് മനസ്സിലാക്കണമല്ലോ, നമ്മളത് ഗ്രാസ്പ് ചെയ്യണമല്ലോ. അപ്പോൾ ആ സീൻ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. സിനിമ മുടങ്ങി നിൽക്കുന്ന സമയത്ത് അയാൾ തകർന്ന തരിപ്പണായിരിക്കുന്ന സമയത്ത് അയാൾ പറയുന്ന ഡയലോഗുകളാണ്. അപ്പോൾ എനിക്ക് ആ അവസ്ഥയിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്, റിലേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ലവ് ആക്ഷൻ പല ഘട്ടങ്ങളിലായിട്ടുള്ള മുടങ്ങിപ്പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഭാര്യയുടെ മുന്നിൽ ഞാൻ എന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ വീട്ടുകാരോട് ഞാൻ എന്ത് പറയും എന്ന് എല്ലാം വിശാഖ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്ത് പറയും, അച്ഛനോട് എന്ത് പറയും, അമ്മയോട് എന്ത് പറയും. അപ്പോൾ അത്തരം സീനുകൾ അതിനെനിക്ക് യാതൊരു ബ്രീഫിങ്ങിൻ്റെ ആവശ്യം പോലും വേണമെന്നില്ല ആ സീന് പ്രത്യേകിച്ച്. കാരണം ആ സീനിൻ്റെ ഒടുവിൽ ഞാൻ ശരിക്കും കരഞ്ഞതാണ്. അപ്പോൾ കാരണം അത് ഞാൻ അടുത്ത് ചോദിക്കാൻ കരച്ചിൽ എങ്ങനെ അതാണ് ചോദിക്കാനിരുന്നത്. കാരണം ആ സീനിന്റെ തുടക്കത്തിൽ ഞാൻ ഒരു പൊടിക്ക് ഗ്ലിസറിൻ ഇട്ടിരുന്നു തുടക്കത്തിൽ മാത്രം. പക്ഷെ അത് ഷോർട്ട് ആകുമ്പോഴേക്കും ഡ്രൈ ആയിപ്പോയി. പക്ഷെ ആ സീനിന്റെ ഒടുവിലെത്തിയപ്പോഴേക്കും അത് ഞാൻ ശരിക്കും കരഞ്ഞിട്ടാണ് ഞാൻ ഡയലോഗ് പറഞ്ഞത്. അത് വേണുവിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ധ്യാനിന്റെ ആ മൊമെന്റിലേക്ക് ട്രാവൽ ചെയ്യും. ആ മൊമെന്റ് അങ്ങനെ ആ ഡയലോഗ് പറഞ്ഞത് വേണുവാണെങ്കിലും അല്ലെങ്കിൽ പക്ഷെ അനുഭവം കൊണ്ടത് ഞാനാണ്. അപ്പോൾ വർക്കിംഗ് ഞാൻ പറഞ്ഞു നേരത്തെ ചോദിച്ച ചോദ്യം സറണ്ടർ ആയോ എന്നുള്ളത്, വർക്കിംഗ് അന്നും പാറ്റേൺ സെയിം ആണ് ഓൾമോസ്റ്റ്. നമ്മൾ സംസാരിച്ച ഇന്റർവ്യൂ അവസാനിക്കുന്ന സമയത്ത് ധ്യാൻ പറഞ്ഞത് ബിജുവേട്ടൻ്റെ ഒരു റെഫറൻസാണ്. ബിജു മേനോൻ എന്ന് പറയുന്ന ഒരു ആക്ടറുടെ കരിയർ എങ്ങനെ മാറിയെന്ന്. എനിക്കെപ്പോഴും ധ്യാൻ സംസാരിക്കും, അത് ശ്രീനിയേട്ടനായിട്ടുള്ള കഴിഞ്ഞ ദിവസം സംസാരിച്ചു കഴിയുമ്പോഴും ധ്യാൻ്റെ ഒബ്സർവേഷൻ ലെവൽ ഭയങ്കര രസമാണ്. ധ്യാൻ ഭയങ്കര ഡാറ്റ ഡ്രിവൺ ആയിട്ടാണ് പറയാം, ഇയർ, സമയം, ഓരോ സമയത്തുള്ള കാര്യങ്ങൾ. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിയേറ്ററിക്കൽ ഹിറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ ധ്യാൻ 5 പടം ചെയ്ത കൊല്ലമുണ്ട്, 4 പടം ചെയ്ത സമയമുണ്ട്. ഈ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു തിയേറ്റർ ഹിറ്റ് ആവുന്നപ്പോൾ തന്നെ ധ്യാനിന്റെ ഡിമാൻഡ് മാറുവാണല്ലോ. ധ്യാൻ ഇനി അടുത്ത പടം ചെയ്ത സമയത്ത് സാറ്റലൈറ്റ്, OTT ഇതിലൊക്കെ ഒരു ഡിമാൻഡ് വേറെ രീതിയിലേക്ക് മാറ്റുമല്ലോ. ധ്യാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ശരിക്കും? പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ഇങ്ങനൊരു ചോദ്യവും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെ സത്യം പറഞ്ഞാൽ കടന്നിട്ടില്ല. കാരണം ഞാൻ ലവ് ആക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അഭിനയിക്കാൻ, കാരണം 2 വർഷത്തോളം ഏകദേശം 2017 കഴിഞ്ഞ് 19 ലവ് ആക്ഷൻ റിലീസായത്. ആ 2 വർഷത്തിനിടയിൽ ഞാൻ കുറേ സിനിമകൾ ചെയ്യാൻ പറ്റാതെ പോയ നല്ല സിനിമകൾ, ആൻഡ്രോയിഡിൽ സൗബിൻ്റെ റോള്, അങ്ങനെ കുറേ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റാതെ പോയ, അഭിനയിക്കാൻ പറ്റാതെ പോയ സംഭവങ്ങളുണ്ടായി. അപ്പോൾ 2020 എത്തിയപ്പോൾ ഞാൻ കാര്യമായിട്ട് വിചാരിച്ചത് ഇനി ആക്ടിങ് കരിയറിലൊരു ഭാവി അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള ഞാൻ ചിന്തിച്ചത്. കാരണം ഇതിന് മുന്നേ ചെയ്തു വെച്ചതാണെങ്കിൽ കപ്പ്യാരും കുഞ്ഞിരാമായണം ഒഴിച്ചു കഴിഞ്ഞാൽ അതും ഒരു ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ പ്രൂവ് ചെയ്തൊരു സിനിമയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയൊന്നും ഇല്ല ആസ് ആൻ ആക്ടർ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി സിനിമകൾ ഇനി അടുത്തൊരു സംവിധാനം ചെയ്ത് അടുത്തൊരു സിനിമ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് ഇതിൻ്റേതായിട്ടുള്ള, കാരണം ഒന്നിൻ്റെ ഹാങ് ഓവർ അപ്പോൾ മാറിയിട്ടില്ല. കാരണം ഇത്രയും സമയം എടുത്തു, വലിയ സിനിമ ചെയ്യാൻ പോയി, വേണമെങ്കിൽ കുഞ്ഞു സിനിമ ചെയ്തിട്ട് പതിയെ ടേക്ക് ഓഫ് ചെയ്തിട്ട് പോകുമായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം തന്നെ എടുത്ത് കയ്യിൽ വെച്ചത് വലിയൊരു സിനിമയായിരുന്നു, വലിയ ആർട്ടിസ്റ്റുള്ള സിനിമ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഡ്രെയിൻഡ് ആയിരിക്കുന്ന സമയമാണ് 2020. അപ്പോഴാണ് കൊറോണ വരുന്ന സമയം. എല്ലാം കൊണ്ടും കുഞ്ഞ് ജനിച്ചത് അപ്പോഴാണ്. കല്യാണം കഴിച്ചത് 2017, പടം റിലീസാകുമ്പോഴേക്ക് കുഞ്ഞായി. അപ്പം എല്ലാം കൊണ്ട് സിനിമ മടുത്തു. സിനിമയോടൊരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയണ്ടേ, നമ്മൾ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ലെന്നുള്ള ചിന്ത, പ്ലാൻ ഉണ്ടായിട്ട് പോലും. കാരണം നമ്മളെപ്പോലത്തെ ഔട്ട്സൈഡേഴ്സ് അല്ലല്ലോ നമ്മൾ സിനിമ ഇൻഡസ്ട്രീനകത്തുള്ള ആൾ. വിശാഖ് കോ പ്രൊഡ്യൂസറായിരുന്നു, അജു ഉണ്ട്. എന്നിട്ടും നമ്മൾ വിചാരിച്ച പോലെ, നമ്മുടെ ഏറ്റവും കംഫർട്ട് സോണിൽ നിൽക്കുന്ന ആക്ടേഴ്സ് ഉണ്ടായിട്ട് പോലും നമ്മളെ സിനിമ വിചാരിച്ച പോലെ റിലീസ് ചെയ്യാൻ പറ്റിയില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 2020 എത്തിയപ്പോൾ ഇനി ഒരു ഡയറക്ഷനെ കുറിച്ച് ഞാൻ ഇനി ഡയറക്ഷൻ മാത്രം ചെയ്യാമെന്ന് വെച്ചിരുന്ന സമയം. അപ്പം അടുത്തു, ഇനിയിപ്പം ഡയറക്ഷൻ വേണ്ട. അപ്പോഴാണ് കൊറോണ സമയം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒരു സിനിമ ഞാൻ അഭിനയിച്ചു, ഹിഗ്വിറ്റ എന്ന് പറഞ്ഞിട്ട് സുരാജേട്ടനോട്. അത് അഭിനയിച്ചു കഴിഞ്ഞു, കൊറോണ വന്നു, ആ പടം ബ്രേക്കായി.
പിന്നെ 2020 അവസാനമൊക്കെ ആയപ്പോൾ കൊറോണ ലോക്ക്ഡൗൺ മാറിയപ്പോഴേക്കും ആദ്യം ഒരു സിനിമ വന്നു. എനിക്ക് തോന്നുന്നു കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമ. അജു, ഞാൻ, അർജുന്, രമേശ് ചേട്ടനൊക്കെ ഉള്ളു. അതിന് തുടരെ ഒരുപാട് സിനിമകൾ വന്നു. ഒരുപാട് സിനിമകളൊക്കെ വരാൻ കാരണം ഞാൻ ചെറിയ ശമ്പളത്തിലും ചെറിയ ഇതിനകത്തുമാണ് വർക്ക് ചെയ്തിരുന്നത്. ഒന്നും കൊണ്ടല്ല, സിനിമ നടക്കണം, പരിപാടി നടന്നു പോകണം. അന്ന് ഇത്രയും ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉള്ള സമയം, കൊറോണ സമയത്ത് ആൾക്കാരും ഫണ്ട് എറിയാൻ റെഡിയല്ലായിരുന്നു. ചെറിയ ചെറിയ സിനിമകളുണ്ട്, കുഞ്ഞു കുഞ്ഞു പടങ്ങൾ, ആർട്ടിസ്റ്റൊക്കെ ശമ്പളം കുറച്ച് വർക്ക് ചെയ്യുന്നൊരു സമയമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു സംഭവത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. കൃത്യസമയത്തിന് പരിപാടി നടക്കും. ഇത്രയും ദിവസങ്ങളെല്ലാം 20 ദിവസം പടങ്ങൾ, ഉടൽ 20 ദിവസം, 19 ദിവസത്തിൽ 19 ദിവസത്തിൽ ഷൂട്ട് തീർത്താം ഉടൽ. മാക്സ് മറ്റേ കാലിപ്പേഴ്സൊക്കെ 20-22 ദിവസം, അങ്ങനെ എല്ലാം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സിനിമകൾ തീർന്നു പോകാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് ആൾക്കാർ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. കാരണം ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആയിട്ട് സമയത്തിന് വന്ന് ഷൂട്ട് തീർത്തു കൊടുക്കുന്ന ഒരാൾ, അതായിരുന്നു എനിക്കുള്ള. അല്ലാണ്ട് അഭിനയം അതൊന്നും അല്ലായിരുന്നു. ഹൈ റിസ്ക് ബജറ്റ് ഇല്ല, സേഫ് ആയിട്ട് ലോ ബജറ്റ് സിനിമ, എന്നാൽ അത് നന്നായാൽ എല്ലാ ബിസിനസ്സും സേഫ് ആണ്. ബിക്കോസ് വീഗം എന്ന് പറഞ്ഞിട്ട് അബാമൻ്റെ കൂടെയുള്ള പടം, അതും 21 ദിവസം. അപ്പോൾ അങ്ങനെ സിനിമ സംഭവിച്ചു തുടങ്ങിയപ്പോഴേക്കും ഒരുപാട് സിനിമകൾ വന്നു. അതോടൊപ്പം തന്നെ ഞാനും അതിൻ്റെ ഒഴുക്കിലങ്ങ് ഒരുപാട് സിനിമ കമ്മിറ്റ് ചെയ്തു. 34ഓളം സിനിമ കമ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇതിനിടയിൽ 2020 ലാസ്റ്റ് തൊട്ട് 23 വരെയുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഓൾമോസ്റ്റ് 10-34 പടം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ആ ഒഴുക്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഒന്നും ചിന്തിക്കാൻ, ഈ ചിന്തയോ ബാക്കിയുള്ള ചിന്തകൾക്കൊന്നുള്ളൊരു സമയം പോലും, എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു സമയം പോലും ഇല്ല. അപ്പോൾ ആ ഫ്ലോയിൽ അങ്ങ് പോയി. അതിനിടയിൽ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാൻ തുടങ്ങി. ഇൻ്റർവ്യൂ ഒരു പാരലായിട്ട് ഡിജിറ്റൽ അതിനോടൊപ്പം തന്നെ ഗ്രോത്ത് എനിക്കൊന്ന് 2021-20 ശേഷമാണ് ഡിജിറ്റലിന് ഇത്രയും ഡിജിറ്റൽ വിസിബിലിറ്റി കിട്ടുന്നത്. യൂട്യൂബ് ആയിക്കോട്ടെ, ഈ ഓൺലൈൻ ചാനൽസ്, അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ വിസിബിലിറ്റി കിട്ടുന്നത്. അതിലൂടെ അത് ഗ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതോടൊപ്പം തന്നെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ആസ് എ യൂട്യൂബ് സ്റ്റാർ, അതിനപ്പുറം ഉള്ളതല്ല. പടങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം ബ്രേക്ക് ഈവൺ ആയിട്ടുണ്ട്. ബ്രേക്ക് ഈവൺ ഇൻ ദ സെൻസ് ബിസിനസ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഈ മറ്റ് പടത്തിനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയും വലിയ നഷ്ടം ഉണ്ടാവുന്നില്ല. കാരണം വലിയ ആക്ടേഴ്സ് വലിയ ബജറ്റിൽ പോയി സിനിമ ചെയ്ത് ഒരു പടം പൊട്ടിക്കുമ്പോൾ 10-15 കോടി ലോസ് ഉണ്ടാകുന്ന സ്ഥലത്ത് അത്രയും ലോസും ഉണ്ടാകുന്നില്ല, ജസ്റ്റ് ബ്രേക്ക് ഈവൺ ആയി പോവുകയും ചെയ്യുന്ന, നഷ്ടവും വരുന്നില്ല. അപ്പം ഞാൻ ഇതാണ് ആലോചിച്ചിരുന്നത് ആ സമയത്ത്. വലിയ നഷ്ടം ഉണ്ടാക്കാതെ, കൈകൊള്ളാതെ അവർക്ക് പിന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് വരുന്നതാണല്ലോ ഇവരൊക്കെ. കാരണം മിക്ക ആൾക്കാരും നമ്മൾ അങ്ങോട്ട് പോയിട്ട് സിനിമ തരണം എന്ന് പറഞ്ഞിരിക്കില്ല. ഇങ്ങോട്ട് വരുന്നു, വരുന്ന സിനിമകൾ ചെയ്യുന്നു. ഒരു ചിന്തയുണ്ടായിരുന്നില്ല. ചില സിനിമകൾ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഒരു സാധ്യത എനിക്കൊരു സാധ്യതയും തോന്നുന്നില്ല, ഇത് ഓടില്ല. അപ്പം പ്രത്യേകിച്ചൊരു കരിയർ പ്ലാൻ ഇല്ലാതെ ആ ഒരു 2-3 വർഷം, ഇപ്പോഴും അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. അതിനിടയിൽ വന്നതാണ് ഈ ഏട്ടൻ്റെ സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഡിജോന്റെ സിനിമ ആയിക്കോട്ടെ, നടികർ ചെറിയൊരു പരിപാടിയുള്ളൂ. നിസാം എന്നോട് റോഷാക്ക് വേണ്ടി നിസാം വിളിച്ചു. അങ്ങനെ ഇതിനിടയിൽ വന്ന സിനിമകളാണെന്ന് വെച്ചാൽ ഇതിനിടയിൽ വന്ന ഒരു സിനിമയും കാര്യമായിട്ട് ഓടുകയോ അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ഇപ്പോഴും നമ്മളൊരു ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ളൊരു അവസ്ഥയിലൊന്നും എത്തിയിട്ടില്ല. ഒരു സിനിമ ഓടിയതുകൊണ്ട് ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്, അല്ലെങ്കിൽ അതിനിടയിൽ നിവിനുണ്ട്, പ്രണവുണ്ട്, അതിനിടയിൽ നമ്മൾ തിരക്കേടില്ലാതെ അഭിനയിച്ചൊന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇന്ന് ആരും തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരാക്ടറും മലയാള സിനിമയിൽ ഒരാക്ടറും അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു നടൻ പോലും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് മെയിൻ സ്ട്രീം നടന്മാർ തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ വരെ സിനിമ വരെ കഴിഞ്ഞ എത്രയോ വർഷത്തെ സിനിമകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്, സൂപ്പർ സ്റ്റാർസ്, മെയിൻ സ്ട്രീം സൂപ്പർ സ്റ്റാർസ്. അപ്പോൾ അതുകൊണ്ട് എത്രയും ഇപ്പോൾ കഴിഞ്ഞ OTT ഒക്കെ ഭയങ്കരമായിട്ട് ചവിട്ടി, സാറ്റലൈറ്റ് പോലും അവർ നോക്കാം. പ്രീ റിലീസ് ബിസിനസ് ഭയങ്കര മോശമാണ്. കാരണം പ്രീ റിലീസ് ബിസിനസ് നടക്കുന്നില്ല. ഇൻഫാക്ട് വർഷങ്ങൾക്ക് ശേഷം പോലും പ്രീ റിലീസ് ബിസിനസ് നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എനിക്കെന്നുള്ളതല്ല, ഒരു നടനും അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയോ അങ്ങനെ ഒരു ഇതുമില്ല. പടം നന്നാവുകയാണെങ്കിൽ, പഴയ കാലം സിനിമ നന്നാവുകയാണെങ്കിൽ, സിനിമയ്ക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ തിയേറ്ററിൽ ഓടി പൈസ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയുള്ള കാലത്ത്. നല്ല സിനിമയാണെങ്കിൽ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് പോകും, OTT പോകും. നമ്മുടെ കുഞ്ഞിരാമായണമാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ഒരു ബ്രൊമാൻസ് മോഡൽ സ്റ്റോറിയിലാണല്ലോ പോകുന്നത്, മുരളി വേണു ട്രാക്കിൽ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാഫിലേക്ക്, അതായത് ഭയങ്കര അച്ചീവ്മെൻറ്റിന് ശേഷം അപ്രതീക്ഷിതമായ പല കാരണങ്ങൾ കൊണ്ട് വേണു തകർന്നടിഞ്ഞ് ഒരു വേറൊരു അവസ്ഥയിലേക്ക് പോകുന്നതായത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏതാണ്ട് ഒരേ താളത്തിലൊരു ഇമോഷൻ സംഗതിയിലാണ്. ഒരുപാട് മൊമെന്റ് കരയുന്ന, നേരത്തെ പറഞ്ഞ കരയുന്ന മൊമെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു തവണയാണ്
എന്ത് ചെയ്യാൻ പറ്റുക, ധ്യാനിന്റെ പഴയൊരു മൊമെന്റ് ഓർത്തെടുക്കാൻ പറ്റുക. ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ആയിരുന്നുകൊണ്ട് മറ്റെന്തായാലും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ മറ്റേതെങ്കിലും കാരണം ഡിപ്പെൻഡ് ചെയ്യണല്ലോ. എനിക്ക് രണ്ട് കാര്യം തോന്നി. ഒന്ന്, ഈ കരച്ചിൽ പെർഫോം ചെയ്യുന്നുള്ള ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. രണ്ട്, എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കാണുന്ന ശ്രീനിയേട്ടൻ്റെ ഒരു ശാരീരിക അവശതയുണ്ട് ആ ഒരു ആരോഗ്യാവസ്ഥയ്ക്ക്. ഏറ്റവും ക്ലോസ് ആയിട്ട് ഇത് കാണുന്ന, ഒപ്പം താമസിക്കുന്ന ആൾ ധ്യാനാണ്. എവിടെയെങ്കിലും ഒരു 70 അല്ല 60+ ക്യാരക്ടർ ചെയ്ത സമയത്ത് ഒരു 70+ ആയിട്ടുള്ള അച്ഛനെ, അത് പറയാൻ കാരണം വെച്ചാൽ നേരത്തെ സുരാജേട്ടൻ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ പലരും പറയാറുണ്ട് അച്ഛൻ റെഫറൻസ് ആയിരുന്നു എന്നുള്ളത്. ഇതിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു ഒബ്സർവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഒബ്സർവേഷൻ ഉണ്ടായിട്ടില്ല. അത് ചില സീന് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കഥ കേൾക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കഥ കേട്ടതിന് ശേഷം ഞാൻ ആക്ച്വലി ആലോചിച്ചിരുന്നത് എനിക്ക് ആരെ എന്തെങ്കിലും ഒരു സാധനം ഏട്ടനോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, എന്തെങ്കിലും റെഫറൻസ് വെക്കണോ, എങ്ങനെയത് ചെയ്യുക എന്നുള്ള ചിന്ത ഏട്ടനോട് എവിടെയാണോ ചോദിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ടെൻഷനൊന്നും വേണ്ട, നമുക്കത് നോക്കാം. കാരണം പുള്ളി അതിന്റെ തിരക്കിൽ വരുന്നു. പക്ഷേ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഞാൻ പടത്തിന്റെ കഥ കേൾക്കുന്നത് ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുന്നെയാണ് ഫസ്റ്റ് ഹാഫ് കേൾക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫാണ് ഷൂട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് പോർഷനും നോൺ ലീനിയറാണ് കഥ, പക്ഷേ മറ്റേ ലുക്കിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിലുള്ള പല കൺഫ്യൂഷൻസും പരിപാടിയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമുണ്ട്, ഇതെങ്ങനെ കൺവിൻസിങ് ആയിട്ട് ഈ വയസ്സാം കാലത്തുള്ള അല്ലെങ്കിൽ ആ ഏജിൻ്റെ ക്യാരക്ടർ എങ്ങനെ പ്ലേ ചെയ്യുന്നുള്ളൊരു സാധനമുണ്ട്. ഷൂട്ട് തുടങ്ങി, ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ ഉടനെ ഞാൻ വേറൊരു സിനിമയ്ക്ക് പോയി അഭിനയിക്കുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഷെഡ്യൂളും സെക്കൻഡ് ഷെഡ്യൂളിനും ഇടയിൽ 6-7 ദിവസത്തെ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. ഈ 7 ദിവസത്തിനിടയിൽ 6ാമത്തെ ദിവസം അല്ലെങ്കിൽ 7ാമത്തെ ദിവസം ഷൂട്ടാണ്. 8ാമത്തെ ദിവസം മൂന്നാർ പോർഷൻ, അവിടെയാണ് ഈ ലുക്ക് മാറിയിട്ട് വരുന്നത്. 8ാമത്തെ ദിവസം, അപ്പൊ ഈ 7 ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം ഞാൻ വക്കീലായിട്ട് വേറൊരു പടത്തിൽ അഭിനയിക്കുക വെച്ചിട്ട്. അപ്പൊ അതില് മറ്റേ കഠിന കടവരം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഭയങ്കര ലെങ്ത് ഡയലോഗുകളും പരിപാടിയൊക്കെയാണ്. അപ്പൊ ഞാനിത് കുത്തിയെന്ന് എനിക്ക് മറ്റേ പടം ഏട്ടൻ്റെ പടം ഞാൻ കംപ്ലീറ്റ്ലി വിട്ടു. എനിക്കത് ചിന്തിക്കാൻ പോലുമുള്ള ഗ്യാപ്പിൽ ഇത്, കാരണം ഇവിടെ വന്നിട്ട് ഈ ഡയലോഗുകൾ പഠിക്കണം, ഇതിങ്ങനെ പഠിച്ച്, കാരണം ഘോരമായിട്ട് വാദിക്കാനുള്ള. അപ്പൊ ഇതൊന്ന് തീർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സമാധാനമായിട്ട് സൗബിനും നമിതയുള്ള ബോബേട്ടൻ്റെ പടം മച്ചാന്റെ മല അബാമൻ. അപ്പൊ ഇതും കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചേട്ടൻ്റെ പടത്തിലോട്ട് വരുമ്പോൾ ഞാൻ ഈ 7ാമത്തെ ദിവസമാണ് സത്യം പറഞ്ഞ മനുഷ്യരുടെ ഞാൻ ആലോചിക്കുന്നത്, നാളെ ഞാൻ പോയിട്ട് ചെയ്യാൻ പോകുന്നത് ഈ പടത്തിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയ ആണെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നത് 7ാമത്തെ ദിവസമാണ്. അപ്പം എൻ്റെ കോലം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ആ കോലം കുറച്ചുകൂടെ വണ്ണം വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു എനിക്ക് പിടിയില്ല, ലുക്ക് സെറ്റായിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ഷൂട്ട്, രാവിലെ ഞാൻ അവിടെ പോകുന്നു. രാവിലെ ഞാൻ ഏട്ടനോട് പറഞ്ഞാൽ എനിക്ക് മുടി വടിക്കാൻ പറ്റില്ല, കാരണം ഇത്രയും പടത്തിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. കാരണം രാവിലെ 8 മണി 9 മണിക്ക് ഷൂട്ട്, കാരണം അന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് 9 മണിക്ക് ഷൂട്ട്. 6:45 ഏട്ടൻ എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഏട്ടനോട് തർക്കിക്കുകയാണ് ഈ കാരണം ഫസ്റ്റ് പടത്തിൻ്റെ ഏറ്റവും അത് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വേണു സാർ കംബാക്ക് എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ എല്ലാവരും നടന്ന് അതിലോട്ട് വരുന്നത്, അതാണ് ഫസ്റ്റ് ഷോട്ട് മൂന്നാർ ഷെഡ്യൂളിൽ. അപ്പം ഞാൻ റെഡിയുമല്ല, ലുക്കും ശരിയായില്ല, വില്ലിങ്ങും അല്ല. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു, എടാ പ്ലീസ് നീ, കാരണം എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടത്തിന് വേണ്ടി പഠിക്കുന്നതല്ല, കാരണം ബാക്കി 3-4 സിനിമകളോളം അവരെന്ത് ചെയ്യും, കാരണം ഈ ലുക്ക് മാറിക്കഴിഞ്ഞാൽ അതാണ് എന്നും എൻ്റെ കൺസേൺ. ഞാൻ പഠിക്കുന്നതിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുമില്ല, ചെറുങ്ങനെ ഒന്നും ചെയ്യേണ്ടത് മുന്നേ പറഞ്ഞത്, പക്ഷേ എല്ലാം ലാസ്റ്റ് മിനിറ്റാണ്. അപ്പം സ്വാഭാവികമായിട്ടും സീൻ എന്താ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതൊന്നും സെക്കൻഡറി, ആദ്യം ലുക്കൊന്ന് ശരിയാവണമല്ലോ. അപ്പോൾ ഏട്ടൻ എന്നെ കൺവിൻസ് ചെയ്തെന്ന് വെച്ചാൽ ഒരു സൈഡ് പഠിച്ചിട്ട് ഈ സൈഡ് മാത്രം കയറ്റി പഠിക്കുക, അതാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ചെയ്യുമ്പോൾ ഇത് കവറായി പോയിക്കോളുമല്ലോ, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് ഇങ്ങനെ എന്നിട്ട് ഇതാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ശരി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു, കണ്ണാടി വെച്ചു, ഞാൻ റോണക്സ് ചെയ്തു, താടി വെച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എനിക്കൊരു എന്നുവെച്ചാൽ അവിടെ നിന്ന് ഈ കണ്ണാടി വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു മൊമെന്റിൽ എനിക്ക് അച്ഛനെ ഓർമ്മ വന്നു. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പോയിന്റ് ലുക്ക് ഇതായപ്പോഴേക്കും റോണക്സ് ആരോ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കണ്ണാടി കണ്ടപ്പോൾ ഈ പെട്ടെന്ന് അച്ഛനെ ഓർമ്മ വന്നു. അത് സത്യം, അച്ഛൻ ഓർമ്മ വന്ന്. പിന്നെ ഞാൻ അവിടെ നടക്കുന്നതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഓർമ്മകളിലെല്ലാം അച്ഛൻ അവശതയായ അച്ഛൻ്റെ ഒരു സാധനം, അച്ഛൻ്റെ മാനറിസം, ഇതൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ഗ്ലിംസ് പോലെ ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. സൈഡിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ എന്നെ നോക്കിയിട്ട് കൊള്ളാലോ എന്ന് പറയുന്നുണ്ട്, ഇത് പറയുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞുകൊണ്ട് ഏട്ടൻ്റെ കണ്ണ് നിറഞ്ഞു. ഓക്കെ, എന്നിട്ട് എന്നോട് പറഞ്ഞു,
അച്ഛനെ പോലെ അച്ഛനെ ഓർമ്മ വന്നെന്ന് പറഞ്ഞു. എനിക്ക് ആ ഫീലിംഗ് ഇല്ല, ബിക്കോസ് മനീഷേട്ടൻ പറഞ്ഞാൽ എനിക്ക് അച്ഛനെ പോലെ എന്നെ അച്ഛനെ പോലെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അച്ഛൻ്റെ രോഗാവസ്ഥയും അച്ഛനെ അടുത്ത കാലത്ത് അച്ഛനെ കണ്ട ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആ നടന്ന് വന്നപ്പോഴും എനിക്ക് എൻ്റെ ടെമ്പോ ഒന്ന് കുറഞ്ഞായിരുന്നു. ആ സ്പീഡും കാര്യങ്ങളൊക്കെ. കാരണം ഇതൊരിട്ട് ഈ സാധനം ഇട്ട് നടന്ന് വരുമ്പോൾ തന്നെ ഒരു പൊടിക്ക് ഞാൻ ഒന്ന് അഭിനയിച്ചേക്കാം. നമ്മള് അപ്പൊ ഫോഴ്സ് ചെയ്യുമല്ലോ നേരത്തെ പറഞ്ഞു. അപ്പം നടന്നു പോകുമ്പോൾ തന്നെ എൻ്റെ ഒരു സ്പീഡ് കുറവായിരുന്നു, എൻ്റെ നടത്തത്തിൻ്റെ ഇത് കുറവായിരുന്നു, എല്ലാം കുറവായിരുന്നു. കാരണം അവിടുന്ന് തൊട്ട് അച്ഛനെ ഓർക്കുന്ന തൊട്ടിട്ട് ഞാൻ ആ ഒരു മീറ്ററിലാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ കണ്ണ് തുറന്നിട്ട് ഏട്ടൻ എന്നോട് പറഞ്ഞു എവിടെയൊക്കെയോ അച്ഛൻ്റെ ഒരു ഇത് വന്നെന്ന് പറഞ്ഞു. ആ മൊമെന്റ് ഒരു 2 മിനിറ്റ് ഹോൾഡ് ചെയ്തുള്ളൂ, സെക്കൻഡ്. അപ്പോഴേക്ക് ബേസിൽ വന്ന് അതിനെ ചളവളമാക്കി ചിരിച്ച് കളിച്ച്. അപ്പോഴും അവനും കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയത്. അപ്പം അതായിരുന്നു ഫസ്റ്റ് പോയിന്റ്. അപ്പം അച്ഛൻ റെഫറൻസ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനായിരുന്നു ആദ്യത്തെ മനസ്സിൽ ഓർമ്മ വന്ന, അല്ലെങ്കിൽ അങ്ങനെ അടുത്തറിയാവുന്ന, അല്ലെങ്കിൽ അടുത്ത് നമ്മൾ കണ്ട ഒരാളെന്നുള്ള രീതിയിൽ അച്ഛനായിരുന്നു. അച്ഛൻ്റെ ഒരു മാനറിസം, അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെ നടക്കുന്നു, അച്ഛൻ എങ്ങനെ ഇത് ചെയ്യുന്നുള്ളത് പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 3-4 ദിവസം ഞാൻ ഓർത്തിട്ടുണ്ട്. അച്ഛൻ ചെയ്തിരുന്ന കാര്യങ്ങൾ, അച്ഛൻ്റെ സംസാര രീതി, ഇതൊക്കെ ഞാൻ ഓർത്തെടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നെ അത് വൺസ് ക്യാരക്ടറിൽ ഇന്നായി കഴിഞ്ഞപ്പോൾ പിന്നെ ആ ടെൻഷൻ അച്ഛനെ പിന്നെ അത് നമ്മൾ കിട്ടും. അതോടൊപ്പം തന്നെ നിനിഷേട്ടൻ നേരത്തെ പറഞ്ഞ കരയുന്ന സീനുകൾ. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, എൻ്റെ അടുത്ത സുഹൃത്തുക്കളടക്കം വിളിച്ചത് നീ കരഞ്ഞപ്പോൾ ചില സാധനങ്ങൾ നമ്മളും കൂടെ കരഞ്ഞു എന്ന് പറയുമ്പം അത് എനിക്ക് ഭയങ്കര കിട്ടുന്ന ഒരു കോംപ്ലിമെന്റാണ്. ബിക്കോസ് ഒരാളൊരു സിനിമയിൽ അയാളുടെ ഏറ്റവും വലിയൊരു സാധനമാണ് കരയിപ്പിക്കുക. ഇപ്പം മമ്മൂക്ക കഥ പറയുമ്പോൾ മമ്മൂക്കയുടെ കണ്ണ് നിറഞ്ഞപ്പോൾ സൗണ്ട് നിടറിയപ്പോൾ നമ്മൾ കരയുക കഥ പറയുമ്പോഴുള്ള അവസാനം. അപ്പം അതേപോലെ ചില മൊമെന്റ് ആ സിനിമയിൽ ഇത് ഭയങ്കര ഇമോഷണൽ പോയിന്റ് ഒന്നുമല്ല, ചെറിയ മൊമെന്റ്സേ ഉള്ളൂ ഇതിനകത്ത്. അത്തരം സീനുകളിൽ 1-2 സ്ഥലത്ത് ഞാൻ കരഞ്ഞപ്പോൾ ആ തിയേറ്ററിൽ 1-2 ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള പലരും കണ്ണ് നിറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മൊമെന്റ് എൻ്റെ ഇതിനകത്ത്. കാരണം ഏറ്റവും ഡെയിലി കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ, ആൻഡ് ഒരു നടന് ഒരു തിയേറ്ററിൽ ഇത്രയും ആൾക്കാരെ കരയിപ്പിക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കര ഒരു കോംപ്ലിമെന്റ് ആയിട്ട് പറയുമ്പോൾ ധ്യാന് എന്തൊക്കെ പറഞ്ഞാൽ ആളുകൾ ചിരിക്കും എന്നുള്ളത് ഞാൻ കുറെ കാലമായിട്ട് കാണുകയാണ്. ഞാൻ ചിരിപ്പിക്കുന്ന കാര്യത്തിൽ ധ്യാനില്ല, പക്ഷെ നേരെ തിരിച്ചൊരു ക്യാരക്ടറായിട്ട് ആ ക്യാരക്ടറിന്റെ ഷൂവിൽ നിന്നിട്ട് ആ ക്യാരക്ടർ ഇമോട്ട് ചെയ്യുന്ന സമയത്ത് കരയുമെന്നും തിയേറ്ററിൽ അങ്ങനെ ഒരു റിയാക്ഷൻ വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വേറൊരു ഭയങ്കര നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആണ്. ഏറ്റവും വലിയൊരു എന്താ പറയണ്ടേ, ഒരു വൺ സ്റ്റെപ്പ് അഹെഡ് നമ്മൾ പോയതിന്റെ ഒരു, നമ്മൾ അതിന്റെ പുറത്ത് നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇതാണ്. അല്ല, ഞാൻ പറഞ്ഞ നേരത്തെ കാര്യത്തിൽ ഇപ്പം ഓരോ ആക്ടറിനും ഓരോ ടൂളും ടിപ്സും ആണല്ലോ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു അന്നത്തെ സിനിമയുടെ കാര്യമാണ് അങ്ങനെ ഒരു കരച്ചിൽ ഉപയോഗിച്ചു എന്നുള്ളത്. ഞാൻ പറഞ്ഞ മറ്റു റിപ്പീറ്റഡ് സീൻ ഉണ്ടല്ലോ, ഇമോഷൻസ് വരുന്ന, അപ്പൊ അവിടെ ശരിക്ക് ആ ക്യാരക്ടറായിട്ട് തന്നെ ആലോചിച്ച് എങ്ങനെയാണ്? അല്ല, അത് ഞാൻ പറഞ്ഞ കൃത്യമായിട്ടുള്ള ഇൻസ്റ്റൻസ് മൊമെന്റ്സ് കൃത്യമായിട്ട് പഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടൊരു ക്യാരക്ടർ ആർക്കും ഒരു ക്ലോഷർ ഉള്ള എൻ്റെ ക്യാരക്ടറിന് മാത്രം. അപ്പം കാരണം അപ്പുവിൻ്റെ ക്യാരക്ടറിനായിക്കോട്ടെ, നിവിൻ ഇടക്ക് വന്നു പോകുന്നതാണ്, ബേസിൽ വന്നു പോകുന്ന ക്യാരക്ടറാണ്. സെക്കൻഡ് ഹാഫിൽ വരുന്ന ക്യാരക്ടർ എൻട്രീസ് മാത്രമാണ് ബേസിൽ നീരജും അജുവും ഒക്കെ. ഫസ്റ്റ് ഹാഫിൽ അജുവിൻ്റെ മറ്റേ ഒരാൾ മരിച്ചു. അപ്പം തുടക്കവും അതിന് കറക്റ്റ് ക്യാരക്ടർ ആർക്കും ഗ്രോത്തും പ്രോപ്പർ. കാരണം വേണുവിൻ്റെ സിനിമയാണ് അൾട്ടിമേറ്റ്ലി, അപ്പം ജേണിയാണ്, വേണുവിൻ്റെ പെർസ്പെക്റ്റീവിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ എവിടെയൊക്കെ എൻ്റെ ഇമോട്ട് ചെയ്യണം എന്നുള്ളതും ഈ സീൻ ഞാൻ ഷോൾഡർ ചെയ്യേണ്ട സീനാന്നുള്ളതും കൃത്യമായിട്ട് എനിക്ക് ധാരണയുണ്ട്. ഇപ്പം ഫയർ പ്ലേസിലെ സീൻ ആയിക്കോട്ടെ, അതിന് അപ്പുന് ഒരു ഡയലോഗ് പോലും ഇല്ല, അപ്പുന് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, അപ്പുനെ കോംപ്ലിമെന്റ് ചെയ്ത് പോയാൽ മതി. അങ്ങനെയുള്ള ഇന്റർവെൽ ബ്ലോക്കിന് തൊട്ട് മുന്നേയുള്ള അപ്പുനെ ഞാൻ ഇറക്കി വിടുന്ന സീൻ, അതാണ് ആ സ്പ്ലിറ്റ് വരുന്ന സീൻ. അതും കൃത്യമായിട്ട്, കാരണം എൻ്റെ ഡയലോഗിലാണ് അപ്പു ഇത് ചെയ്യേണ്ടത്. അപ്പം അത്തരം സീനുകൾ നമ്മൾ ഏട്ടൻ എന്നോട് വന്നിട്ട് പറയും, ഈ സീൻ നിന്റെ സീനാണ്, നീ ഷോൾഡർ ചെയ്യേണ്ട സീനാണ്, നീയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് ആ കൃത്യമായിട്ടുള്ള ധാരണ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. കാരണം എനിക്ക് ഒരു പെർഫോമൻസ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഇതിന് മുന്നേ എന്ത് ചെയ്തു, ഇതിന് മുന്നേ ഇവിടെ ഇത് കരഞ്ഞു, ഇത്രയും കരഞ്ഞിട്ടുണ്ട്, ഇത്ര ഇതാക്കിയിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഈ സ്ഥലത്ത് ചെയ്യണോ, ഓവർഡൂ ചെയ്യണോ, അല്ലെങ്കിൽ അതിൻ്റെ മീറ്റർ ഒന്ന് കുറക്കണോ എന്നുള്ളത് കൃത്യമായിട്ട് ഏട്ടൻ വന്നിട്ട് ഇവിടെ ബ്രീഫ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടും തോന്നിയിട്ടില്ല. പിന്നെ വൺസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കരച്ചിൽ, ഈ സാധനം ഒന്ന്
കരച്ചിൽ നമ്മളന്ന് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് ഇത് വന്നിട്ട് കാണാനുള്ള വകുപ്പില്ല മനുഷ്യരുടെ. സ്പോട്ട് എഡിറ്റിംഗ് മോണിറ്റർ ഇല്ല. അപ്പൊ ഇത് എന്ത് ചെയ്തു എന്ന് അറിയണമെങ്കിൽ ഈ മനുഷ്യൻ തന്നെ വന്നിട്ട് നമ്മളോട് കൊള്ളായിരുന്നു പറയണം. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ മനുഷ്യരെ ഞാൻ ഡബിനാണ് ഈ കരഞ്ഞതൊക്കെ കാണുന്നത്, അല്ലാതെ നമ്മളിത് കാണുന്നില്ല. കാരണം കരയുന്നു, ഷോട്ട് ഓക്കെ എന്ന് പറയുന്നു, ക്യാമറ കട്ട് ചെയ്തിട്ട് പോകുന്നു, അടുത്ത ഷോട്ട് വെക്കുന്നു. പറഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ചൊരു റിമാർക്സ് പറയോ? എങ്ങനെയാണ് പറയും, അത് സ്പോട്ടിൽ തന്നെ പറയും. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും ഫസ്റ്റ് കിട്ടുന്ന റിമാർക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, കാരണം പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യാൻ അറിയുന്ന ആളെക്കാളും പെർഫോമൻസ് ജഡ്ജ് ചെയ്യാൻ അറിയുന്ന ആളാണ്. കൃത്യമായിട്ട് ഒരാൾ നന്നായി ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റിയിട്ട് നമുക്ക് റിമാർക്ക് തരുന്ന ഒരാളാണ്. അപ്പം നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഗുഡ്, സൂപ്പർ, എക്സലന്റ് എന്ന് പറഞ്ഞൊരു 3 വാക്കുണ്ട്. നന്നായി കഴിഞ്ഞാൽ ഒരു എക്സലന്റ് കിട്ടും. അപ്പോൾ കരച്ചിൽ ഒന്ന് വർക്കായി കഴിഞ്ഞാൽ എക്സലന്റ് കിട്ടും. കാരണം പ്ലേ ബാക്ക് ഇല്ല. കാരണം പുള്ളി ഇത് കാണും, ഷോട്ട് ഓക്കെ കഴിഞ്ഞു, അടുത്ത സ്ഥലം. കാരണം പ്ലേ ബാക്ക് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പോയിട്ട് ഈ ഷോകളിലെങ്കിലും നമുക്ക് കാണാം. പല സ്ഥലങ്ങളിലും പല സീനുകളിലും പ്ലേ ബാക്ക് എന്ന് പറഞ്ഞ പരിപാടി പലപ്പോഴും ഇല്ല, സ്പോട്ട് എഡിറ്റ് ഇല്ല. കാരണം ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സ്പോട്ടിൽ എഡിറ്റ് ചെയ്ത് പരിപാടി ചെയ്ത് പടം കണ്ട് എന്നുള്ള കാലത്ത്, അതുകൊണ്ടാണ് 40 ദിവസത്തിൽ സിനിമ തീർന്നത്. കാരണം ഏറ്റവും കൂടുതൽ സമയം ഒരു സെറ്റിൽ ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് ഈ സ്പോട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ ഫൈൻ ട്യൂൺ ചെയ്യാൻ വെച്ചിട്ട്. ഷോർട്ട് ടു ഷോർട്ട് ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഫാസ്റ്റാണ്. ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് പോകുന്നത് നമ്മൾ ഒരു സീൻ തീരുന്ന നമ്മൾ അറിയില്ല. കാരണം 6 മണിക്ക് ഫസ്റ്റ് ഷോട്ട് 6:15 വെക്കുവാണെങ്കിൽ 10 മണിക്കുള്ളിൽ 2 സീൻ തീർത്തിരിക്കും. വേണുവിനെ പോലെ തന്നെ. അതെ, അല്ല ആ വേണുവിനേക്കാളും ഫാസ്റ്റ് ആണ്. കാരണം 75-80 ദിവസം ചാർട്ട് ചെയ്ത പടം, അതിന്റെ നേരെ പകുതി ഇത്. കാരണം മനുഷ്യൻ വിശ്വസിക്കാൻ 40 ദിവസം. ഈ 40 ദിവസത്തിലും 2-3 ദിവസം മഴ വെച്ചാൽ 1-2 ദിവസം എനിക്ക് തോന്നുന്നു ഹാഫ് എ ഡേ ഷൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രാക്ടിക്കലി എൻ്റെ അറിവിൽ ഒരു 38 ദിവസം 37 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പടം നോക്കുവാണെങ്കിൽ. ചില ദിവസം ഞാൻ പറഞ്ഞു ഒരു ദിവസം നേരത്തെ പാക്കപ്പായി ബേസ് ഒരു ദിവസം, അതൊന്ന് 2-3 മണിക്ക് പാക്കപ്പായ ദിവസമുണ്ട്. അങ്ങനെ 1-2 ദിവസങ്ങളുണ്ട്. അപ്പം പ്രാക്ടിക്കലി എല്ലാം കൂടെ നോക്കുവാണെങ്കിൽ 37-38 ദിവസം ഇത്രയും വലിയ സിനിമ, ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ചിട്ടുള്ള സിനിമ 38 ദിവസത്തിൽ ഷൂട്ട് ചെയ്യാൻ ഇന്ത്യൻ സിനിമയിലെ ലോക സിനിമയിലെ ഏട്ടനല്ലാതെ വേറെ ആരും നടക്കില്ല. അതും ആരും ചെയ്യേയില്ല, ആരും ചെയ്യാനും പറ്റില്ല. കാരണം 6-6:15 ഷോട്ട് വയ്ക്കുക, 10 മണിക്കുള്ളിൽ 2 സീൻ തീർക്കുക. അതിനൊരു ട്രിക്ക് പുള്ളി പരിപാടി എന്ന് വെച്ചാൽ ഇത് ഭയങ്കര നമ്മളെ ഉള്ളിലുള്ള ട്രിക്കുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ആദ്യത്തെ 5 സീനുകൾ, പടത്തിൻ്റെ 5 സീനുകൾ, പരിപ്പുവട, മറ്റേത് മറിച്ചത്, ഇങ്ങനത്തെ കുറച്ച് 5 സീനുകളിൽ മാത്രം 4-5 സീനുകളിൽ കുറച്ചധികം കട്ട് ഷോട്ട്സ് എടുക്കും. വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് വെക്കും, മറ്റേ ഇൻസേർട്ട് ഇടും, പരിപ്പുവട ഇൻസേർട്ട് ഇടും, തിളക്കുന്ന സാധനം ഉണ്ടാവും, പല വലിയ ആക്ടിവിറ്റി ആംഗിൾ, പല ആംഗിളിൽ നിന്നൊക്കെ ഷോട്ട് വെക്കും. 5 സീൻ കഴിഞ്ഞ് പൺസ് കഥയിൽ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഷോട്ടുകൾ കുറവായിരിക്കും. ഓക്കെ, കാരണം ഈ 5 കാരണം ഈ 5-6 സീനുകളിലായിരിക്കും നമ്മൾ ആസ് എ ക്രിട്ടിക് ഒരു സിനിമനെ കാണുമ്പോൾ ടെക്നിക്കലി കൂടെ നമ്മൾ എങ്ങനെയുണ്ട് ഈ സാധനം, കഥയിന് കയറുന്നതോടൊപ്പം തന്നെ നമ്മൾ ടെക്നിക്കലിയും കൂടെ ഇവനെന്താ ചെയ്ത് ഷോട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും, ലൈറ്റിംഗ് ചെക്ക് ചെയ്യും, വിഷ്വലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. പക്ഷെ വൺസ് നമ്മൾ കഥയിൽ ഇന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ എപ്പോഴും അവസാനം പിന്നെ ടുവേർഡ്സ് എൻഡ് ക്ലൈമാക്സ് പോർഷൻ, ലാസ്റ്റിലത്തെ 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇതിനും കുറേ കട്ട് ഷോട്ട്സ് എടുക്കും. ഓക്കെ, ഇടയിലുള്ള സാധനങ്ങളൊക്കെ ഇന്റർവെല്ലിന് മിനിമൽ ഷോട്ട്സുകൾ മനുഷ്യരെ നോക്കിയാൽ മതി. കയറി വരുന്നു, വന്നിരിക്കുന്നു, ഇന്റർവെൽ അടക്കം. ഇന്റർവെൽ ആക്ച്വലി മറ്റേ സ്ഥലത്താ. പിന്നെ ഈ 2 പേര് തന്നെയാണല്ലോ ലോഡ്ജിന്റെ പുറത്ത് കുറെ ആളുകളൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ട്രാവൽ ഇവർ 2 പേരെ ചുറ്റിപ്പറ്റി തന്നെയാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ കുറെ ഗിമ്മിക്ക് ഉണ്ട്. ഇപ്പൊ പലരും ഞാൻ ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ ഇപ്പൊ ജിത്തു ജോസഫ്, ജിത്തുവേട്ടൻ പലപ്പോഴും ജിത്തുവേട്ടൻ മിനിമൽ ഷോട്ട്സും, ജിത്തുവേട്ടൻ സ്റ്റോറി ടെല്ലർ ആണല്ലോ, ചിലർ കഥ പറയുന്നതാണല്ലോ. കാരണം ജിത്തുവേട്ടൻ ഭയങ്കര ഗിമ്മിക്സോ ഭയങ്കര ഞെട്ടിക്കുന്ന ഷോട്ടുകൾ വെക്കാറില്ല. ഇപ്പൊ നേര് കണ്ടാലും നമുക്ക് ദൃശ്യം കണ്ടാലും ഞെട്ടിക്കുന്ന ഷോട്ടുകളോ ഗംഭീര ആംഗിളെന്നോ മറ്റേ വേറെ പരിപാടികളൊന്നുമല്ല. മിനിമൽ ആ കഥയ്ക്ക് എന്താണോ വേണ്ടതോ അത് മാത്രമേ വെക്കാറുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ക്ലോസ് അങ്ങ് വെച്ചു കൊടുക്കും, പെർഫോം ചെയ്യിപ്പിക്കുക, ചിലത് ഒരു മിഡിൽ അങ്ങ് വെച്ചു കൊടുക്കും, പെർഫോം ചെയ്യിപ്പിക്കുക. അപ്പം വലിയ ഗിമ്മിക്കുകളില്ലാതെ വലിയ അല്ല, അവർ സ്റ്റോറി ടെല്ലിങ്ങിലാണ് പടം പിടിക്കുന്നത്. ഏട്ടന് അത് തന്നെയാണ്. പക്ഷെ ഫസ്റ്റ് ഏട്ടൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് 4-5 സീനുകൾ ഞാൻ വിചാരിച്ചു ഈ പരിപ്പുവടക്ക് എന്തിനാട്ടെ ഇത്രയും ബിൽഡപ്പ്, പരിപ്പുവടക്ക് ഇത്ര ഷോട്ട് വെക്കണം. അപ്പൊ എന്നോട് പറഞ്ഞേട്ടാ
അപ്പൊ എനിക്ക് ഈ സാധനം അറിയാം ഓൾറെഡി, പുള്ളി സാധനം എടാ ഈ 3 സീനേ ഉള്ളൂ തുടക്കത്തില്, അത് മാത്രം ഞാൻ കുറച്ചൊന്ന് ബിൽഡപ്പ് ചെയ്തോട്ടെ എന്നാൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അത് നമ്മളെ ട്രേഡ് സീക്രട്ട് ആണ്. ഈ 5 സീനുകളിൽ ഭീകരമായിട്ട് കട്ട് ഷോട്ട്സ് ഇടും. പിന്നെ അങ്ങോട്ടില്ല മനുഷ്യരുടെ നോക്കിക്കോ, പിന്നെ എല്ലാം സിംഗിൾ ഷോട്ട് നടന്നു വന്നിട്ട് 2 ഷോട്ടിൽ വന്നിട്ട് ഒറ്റ കൊണ്ടുവന്ന് നിന്ന് അപ്പു കോളേജിൽ അവിടെ നിന്നൊക്കെ വന്ന് ഞാൻ ഒറ്റ ഷോട്ടിൽ വന്ന് നടന്ന് നിന്ന് 2 ഷോട്ടിൽ കമ്പൈൻ ചെയ്ത് ഡയലോഗ് പറഞ്ഞ് ഔട്ട്. ഒറ്റ ഷോട്ടാ അതൊക്കെ, ശ്രദ്ധിക്കൂല. വൺസ് ഇന്നായി കഴിഞ്ഞാൽ മ്യൂസിക്കൽ ലെയർ അത്രയും ലോക്ക് ചെയ്താണല്ലോ കൊണ്ടുപോകും ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 40 ദിവസത്തിന്റെ കേസ് വെച്ചാൽ ഈ 100-110 ദിവസമൊക്കെ ഷൂട്ട് ചെയ്യുന്ന പല ഭയങ്കര പെർഫെക്ഷൻ നോക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ പലരും നമുക്കറിയാവുന്ന അടുത്ത സുഹൃത്തുക്കളടക്കം അവർക്കൊക്കെ വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പാ. പ്രൊഡ്യൂസേഴ്സ് വിനീത് ഇത്രയും വലിയ പടം ഇതിന്റെ വേണുവിന്റെ ക്ലെയിം ടു ഫെയിം ആയി പറയുന്നതും വേണു കണ്ടില്ലേ പുതിയ ഫിലിം മേക്കേഴ്സ് ഇത്രയും സമയം കളയുമ്പോൾ പെട്ടെന്ന് ഷൂട്ട് തീർത്തു എന്നുള്ളത് ഇൻഡസ്ട്രിയിൽ പൊതുവെ നല്ല ഫിലിം മേക്കറെ ജഡ്ജ് ചെയ്യാനുള്ള ചില ടൂളായി പറയുന്നത്. പണ്ട് പണ്ടത്തെ ഫിലിം മേക്കേഴ്സ് 35 ദിവസം തീർക്കും, ദർശന ആ സമയത്ത് തീർക്കും, ഇപ്പോഴത്തെ ഉള്ളവർ 100 ദിവസം എടുക്കും എന്ന് പറയാണല്ലോ ചെയ്യുന്നത്. കാരണം ഇപ്പൊ എന്നോട് ഡിജോ വന്നിട്ട് പറഞ്ഞു, ഡിജോ കാരണം അത്യാവശ്യം 100 ദിവസം. പക്ഷെ ഡിജോ ഭയങ്കര ഉഗ്രം ഫിലിം മേക്കറാണ്, ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. ഏട്ടൻ അങ്ങനെ പെർഫെക്ഷനിസ്റ്റ് ഒന്നുമല്ല. ഏട്ടൻ പല സാധനങ്ങൾ ഫോക്കസ് ഔട്ട് ആയിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഗിംബൽ കുറെ സ്ഥലത്ത് ഗിംബൽ ചെറുങ്ങനെ ജർക്കൊക്കെ വന്ന സ്ഥലമുണ്ട്. അത് ഞാൻ എത്രയോ സാധനം മാറ്റിയെടുപ്പിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് നേരത്തെ പറഞ്ഞ എന്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടല്ലോ, മറ്റേ എന്തൊക്കെ മോശമാകുമ്പോൾ ഞാൻ പുള്ളി അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാം എന്ന് പറയും. ഞാൻ പറഞ്ഞ ചെറിയ ജർക്കുണ്ട്, നമുക്ക് ഒന്നുകൂടെ പോവാം, ഫോക്കസ് ഔട്ട്. ചില സാധനങ്ങളൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല. പക്ഷെ ഡിജോ ഒക്കെ ചെറിയ ബാക്ക്ഗ്രൗണ്ടിലൊരു ചെറിയ പാസിങ് പോലും ഡിജോ ഭയങ്കര ഷാർപ്പായിട്ടും ഭയങ്കര ഇതായിട്ടും കൃത്യമായിട്ട് ഒരു ചെറിയ സാധനം പോലും ഭയങ്കര ഇതായിട്ട് ഷാർപ്പായിട്ട് നോക്കുന്ന ആൾ. അപ്പം ചിലർക്ക് അത് ഭയങ്കര നിർബന്ധമാണ്. പക്ഷെ എന്താ പ്രശ്നം പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിനിമ ചാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 40 ദിവസം ചാർട്ട് ചെയ്യുന്നു. ഈ 40 ദിവസത്തിന് ഒരു ബഫറിന് 4-5 ദിവസം കൂടാം. ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 ദിവസം ചാർട്ട് ചെയ്ത് 40 ദിവസം തീർന്നു. എനിക്കൊന്ന് 38 ഞാൻ പറഞ്ഞാൽ 38 ദിവസം തീരേണ്ട പടമാണ് ഇവർ ലൂസാക്കിയതാണ്. 2 ദിവസം പോയാലും കുഴപ്പമില്ല, ബിക്കോസ് ചാർട്ട് ഉണ്ടല്ലോ. പക്ഷേ മറ്റേതിൻ്റെ കേസ് എന്നൊക്കെ പറയുമ്പോൾ ചില പടങ്ങളുടെ കേസ് എന്ന് പറയുമ്പോൾ 50 ദിവസം ചാർട്ട് ചെയ്യുന്നു. അത് 100-110 ദിവസം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസറിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അത് ഇരട്ടി ചെലവാകും. അപ്പം അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി ഇത്തരം ഫിലിം മേക്കേഴ്സ് എല്ലാം ചില ആൾക്കാർ അവർ കൃത്യമായിട്ട് പറയണം എനിക്ക് ഇത്ര ദിവസം വേണം, ഇത്ര സമയം എടുക്കും. നമുക്ക് ഏറ്റവും ആസ് ആക്ടേഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കണക്ട് ആവുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റിൽ നമ്മളൊരു സീൻ വർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു സാധനം പറഞ്ഞ് ഒരു ഭയങ്കര ഇമോഷണൽ പോയിന്റ് ഒക്കെ ആയിരിക്കും. അത് നമ്മൾ ഇന്റർവ്യൂവിനിടയിൽ പെട്ടെന്ന് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ആയി പോകും. നമ്മൾ ആ കോൺവെർസേഷൻ ആ ഫ്ലോ പോകുമല്ലോ. അതേപോലെയാണ് ഒരു ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു സീനിൽ ഈ ഷോട്ട് കഴിഞ്ഞിട്ട് അടുത്ത കൗണ്ടർ ഷോട്ട് വെക്കാൻ ഒരു 1/2 മണിക്കൂറോ 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ചീഞ്ഞു പോകും. ചില സാധനങ്ങൾ ചില ഇമ്പോർട്ടൻറ്റ് സീനൊക്കെ എടുത്ത് അതിന്റെ ഏറ്റവും കോർ ഡയലോഗും പരിപാടിയൊക്കെ വരുമ്പോഴേക്കും ഇരുട്ടായി പോകും. അപ്പോൾ ബിൽഡപ്പ് ഒക്കെ എടുത്തിട്ട് അപ്പൊ നമ്മളങ്ങ് ഡ്രെയിൻഡ് ആയി പോകും. അത് മെയിൻ സാധനത്തിലോട്ട് എത്തുമ്പോൾ അപ്പം ഒന്നുകിൽ മെയിൻ സംഭവം ആദ്യം അങ്ങ് എടുത്തിട്ട് ഇതാക്കുക. പക്ഷെ എപ്പോഴും എന്താ നോക്കുക, ഓർഡറിൽ മെയിൻ സീനൊക്കെ വരുമ്പോൾ ഓർഡറിൽ ഷൂട്ട് ചെയ്യാന്ന് പറയും. ഈ ഓർഡറിൽ ഷൂട്ട് ചെയ്ത് വന്നിട്ട് ആ സാധനം എത്തുമ്പോഴേക്ക് മനുഷ്യൻ അവിടെ അപ്പൊ ആക്ടേഴ്സിന് അത് ഭയങ്കര പെർഫോമൻസ് കണ്ടിന്യൂറ്റി കിട്ടാനായിരിക്കും. അവർക്ക് സമയം കൂടുതൽ കാണണം. നടന്മാർക്ക് അത് ഭയങ്കര ഡ്രെയിൻഡ് ആയിപ്പോ നമ്മൾ ചില സീനുകൾ. അപ്പൊ ഞാനിപ്പോ ഒരു പടം ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ അവൻ അത് മനസ്സിലാക്കി. കാരണം ഒരു ഇതേപോലെ ഒരു സീൻ, കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു സീൻ, ഫസ്റ്റ് നൈറ്റ്സ് പോലത്തെ സീൻ. ഞാനപ്പോൾ അങ്ങനെ കുറച്ച് കാരണം സന്ധ്യക്ക് തുടങ്ങി കഴിഞ്ഞു, രാത്രിയായി 2 മണിയൊക്കെ അവരങ്ങനെ ആയപ്പോഴേക്കാണ് അതിൻ്റെ മെയിൻ ഹ്യൂമർ അതിൻ്റെ സാധനത്തിലോട്ട് കടക്കുന്നത്. അത് കടന്നപ്പോഴേക്കും അവന് മനസ്സിലായി ഇത് ചീഞ്ഞു പോയി. കാരണം നമ്മൾ ഡ്രെയിൻഡായി. 2 മണിയായപ്പോഴേക്കും നമുക്ക് ഉറക്കം വരുന്ന പരിപാടിയായി. അവൻ പറഞ്ഞു നമുക്ക് ഇന്ന് നിർത്താം പറഞ്ഞു. കാരണം അത് തീർക്കാനിരുന്ന അന്ന്. അപ്പോൾ അവൻ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നിർത്താന്ന് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ നമുക്കത് നമ്മൾ ആ സമയം ആകുമ്പോഴേക്കും അപ്പൊ ഈ ഷോർട്ട് ഡിലേ അല്ലെങ്കിൽ സെറ്റിൽ വന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കേണ്ടി വരുന്ന സമയം, ഈ സ്പോട്ടിൽ എടുക്കുന്ന കുറെ സമയം, ഇത് ഭയങ്കര ഇതൊക്കെയാണ് ആക്ച്വലി നമ്പർ ഓഫ് ഡേയ്സും കൂട്ടുന്നത്. അതൊന്നും ഇല്ല. അങ്ങനത്തെ നോ നോൺസെൻസ് സെറ്റായിരുന്നു. അതാണ് 40 പടം തീരുന്നത്. ഓടെ നമ്മൾ വളറിയാം, അക്കരെ നിന്നൊരു മാരൻ, ഈ സിനിമകളൊക്കെ ഉണ്ടല്ലോ, 1+7 കിൻഡലും, ഇതിലൊക്കെ പ്രധാന ക്യാരക്ടേഴ്സും സൈഡ് ക്യാരക്ടേഴ്സും ഒക്കെ കോഴികളാണ്, പൂവാലന്മാരാണ്. അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു അച്ഛനോട്, അച്ഛനൊരു
അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനൊരു ആ കാലത്ത് ഒരു വലിയൊരു പൂവാലനായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഒരു കോഴിയായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് ഒബ്സർവ് ചെയ്യാൻ ജീവിതത്തിൽ ഒരു കോഴിയായിരുന്നിരുന്ന ആൾക്ക് മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ബോയിങ് അച്ഛൻ എഴുതിയതാണ്. എനിക്കൊന്ന് ഇംഗ്ലീഷ് പടാമെന്ന് തോന്നുന്നു, പക്ഷെ അച്ഛനാണ് അതിന്റെ ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ബോയിങ് ഒക്കെ എഴുതണമെങ്കിൽ ഉള്ളിലൊരു കോഴി ഉണ്ടാവണം, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടൊന്നും ചിന്തിച്ച് എഴുതാൻ പറ്റില്ല.